ഹായ് ഓൾ, മാജിക് മോർണിംഗ്. ഓക്കെ, എല്ലാവരും നല്ല മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പം ഇന്ന് വ്യാഴാഴ്ചയാണ്, നിങ്ങൾക്കറിയാം മൈ സ്റ്റോറിയുടെ ഡേ ആണ് അല്ലെ. എങ്ങനെയുണ്ട് അപ്പം ഈ ഒരു വീക്കിൽ അപ്പം 4 ദിവസം, ഇന്ന് 4ാമത്തെ ദിവസമായിരിക്കും നിങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്. എങ്ങനെയുണ്ട്, ദിവസങ്ങളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ? നല്ല മഴയാണ് അല്ലെ. ഹാപ്പി ഹാപ്പി. ക്യാമറ ഓഫ് ആക്കിയിട്ടുണ്ട്. മഴ ആയതുകൊണ്ടാണോ ക്യാമറ ഓഫ് ചെയ്യുന്നേ? നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളവരുണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നു ഇന്നൊന്നും നല്ല അത്ര മഴയില്ല. ഇന്നലെ രാത്രിയൊക്കെ മഴ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ മഴയുടെ ഒരു ഇതൊന്നും ഇല്ല തോന്നുന്നു. ഇവിടെ ഇല്ല കേട്ടോ. ഇനി അവിടെയൊക്കെ എങ്ങനെയെന്ന് അറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ എങ്ങനെയാ റസക്സ്? നല്ല മഴയാണ്. ആണോ? ശരി. ഓക്കെ, ഇവിടെ ഇപ്പൊ നല്ല കാലാവസ്ഥയാണ്, മഴയൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. റെയ്ഹാന മാം ജോയിൻ ചെയ്തിട്ടുണ്ടോ? റെയ്ഹാന മാം? ഓക്കെ, അപ്പൊ ഞാൻ മാമിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മാം JCIയുടെ സോൺ ട്രെയിനറും അതുപോലെ തന്നെ സിജിയുടെ സീനിയർ റിസോഴ്സ് പേഴ്സണും കൂടെയാണ് റെയ്ഹാന ജാഫർ മാം. അപ്പം ഇന്നത്തെ മൈ സ്റ്റോറി പറയുന്നത് മാം ആണ്. മാമിന്റെ ഇൻസ്പയറിംഗ് സ്റ്റോറി കേൾക്കാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ് വിമാജിക്കിലെ മെമ്പേഴ്സ് എല്ലാവരും. അപ്പോൾ മാം എന്തായാലും ഈ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. മാം പ്ലീസ് വെൽക്കം. സ്റ്റാർട്ട് ചെയ്തോളൂ മാം. Thank you very much. മാജിക് മോർണിംഗ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആളുകളാണ്. ഈ പ്രോഗ്രാമിലേക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ വരണം എന്ന് കരുതുന്നതാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പല കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. ഇപ്പോ ഈ പ്രോഗ്രാമിലേക്ക് വരാൻ പറ്റിയതിൽ ആദ്യം തന്നെ സർവശക്തരോട് നന്ദി പറയുന്നു. അതോടൊപ്പം ഇതിലേക്ക് എന്നെ ക്ഷണിച്ച ഈ ഒരു ബി മാജിക് എന്ന ഈ ഒരു നല്ല മുന്നേറ്റത്തിനും നന്ദി പറയുന്നു. ഇന്ന് എന്റെ കഥ പറയുക എന്നുള്ളതാണ് ഇവിടെ എന്നില് ഏൽപ്പിച്ച ഒരു ദൗത്യം എന്ന് പറയുന്നത്. അത്ര വലിയൊരു കഥ എന്ന് പറയാനോ ഒന്നുമില്ല. ജീവിതത്തില് എല്ലാവർക്കും ഉണ്ടാവുന്നത് പോലെ കുറെ പ്രതിസന്ധികൾ, അത് ആ സമയത്ത് നമ്മളത് എങ്ങനെ നേരിട്ടു എന്നതിലാണല്ലോ ഏറ്റവും വലിയൊരു മുഖ്യ ഘടകം എന്ന് പറയുന്നത്. അപ്പോ ദൃശ്യ സിനിമയിലെ മോഹൻലാൽ പറയുന്ന പോലെ സന്തോഷകരമായി പോയിക്കൊണ്ടിരിക്കുന്ന എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് വിളിക്കാത്തൊരു അതിഥി, അതിനെ സന്തോഷപൂർവ്വം തന്നെ മടക്കി അയച്ച ഒരു കഥയാണ് എനിക്കുള്ളത്. നിങ്ങൾക്കറിയാം, ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. കഴിഞ്ഞ 2020 അസുഖം സ്റ്റാർട്ട് ചെയ്യുന്നത്. അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ക്യാൻസർ ആണെന്നോ അതല്ലെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം എന്നൊന്നും അറിയാതെ ചെറുതായിട്ട് എല്ലാ സ്ത്രീകൾക്കും കണ്ടുവരുന്ന ഒരു ചെറിയ ഒരു സിംറ്റംസ്, ബ്ലീഡിങ് എന്നുള്ള ലെവലിൽ തുടങ്ങി. അപ്പോ അതിന് എല്ലാവരും എടുക്കുന്ന പോലെ തന്നെ ഞാൻ വളരെ ലാഘവത്തോടു കൂടി എടുത്തു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കൊറോണയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലൊന്നും അധികം കയറാൻ പറ്റാത്ത ഒരു സമയമായതുകൊണ്ട് തന്നെ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തില്ല. അത് എല്ലാവർക്കും ഉണ്ടാവുന്നതല്ലേ എന്നുള്ള ഒരു ലാഘവത്തിലാണ് ഞാൻ എടുത്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അത് നമ്മുടെ ലൈഫിനെ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയ പോലെ ഒരു അവസ്ഥ. കാരണം ദൈനംദിന കാര്യങ്ങളിലൊക്കെ ഒരു ലേസിനെസ് വരിക, ഓവറായിട്ട് ക്ഷീണം തുടങ്ങുക, പിന്നെ നോർമലി നമുക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുക. കാരണം എല്ലാം ഉണ്ടാക്കി വെക്കും, പക്ഷെ അതെടുത്ത് കഴിക്കാൻ പലപ്പോഴും മറന്നു പോകുന്നൊരവസ്ഥ, വിശപ്പില്ലായ്മ, അതുകൊണ്ടായിരിക്കാം അത് മറന്നു പോകും. പിന്നെ ഭയങ്കര തലകറക്കോ ക്ഷീണമൊക്കെ തുടങ്ങുമ്പോഴായിരിക്കും അയ്യോ ഞാൻ ഫുഡ് കഴിച്ചില്ലല്ലോ എന്ന് ഓർമ്മ വരിക. എനിക്ക് തോന്നുന്ന എന്റെ ലൈഫിലൊന്നും ഒരിക്കലും അങ്ങനെ സംഭവിക്കുന്നു തോന്നിയിട്ടില്ല. കാരണം ഭക്ഷണത്തിന്റെ ടൈം ആവുന്നതിന് മുന്നേ ഭക്ഷണം എടുത്ത് കഴിക്കാൻ ചിന്തിക്കുന്ന ഒരു രീതിയിൽ നിന്ന് പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒരു 12 മണിയോടുകൂടി ഓർമ്മ വരുന്ന ഒരു അവസ്ഥയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെയിറ്റ് സ്വാഭാവികമാണല്ലോ, ഭക്ഷണം 1 or 2 നേരത്തിലേക്ക് മാത്രം കുറയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും എന്റെ ലൈഫിൽ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു
ഇപ്പൊ നമുക്കത് ആലോചിക്കാം, ഇതൊക്കെ കൂട്ടി യോജിപ്പിച്ചാല് നിങ്ങൾക്ക് അസുഖം ഇതാവുന്ന ചിന്തിക്കായിരുന്നില്ലേന്ന്. ആരും അത് അങ്ങനെ ചിന്തിക്കില്ല. ആ ഒരു സമയത്ത് നമ്മളെല്ലാരെയും പോലെ തന്നെ നമ്മളത് നോർമലി നമുക്ക് വെയിറ്റ് കുറയുന്നത് ഭക്ഷണം കഴിക്കാഞ്ഞിട്ടാണ്, വിശപ്പില്ലാത്തത് അത് സ്വാഭാവികം, അങ്ങനെ ഒരു ചിന്ത വരുമല്ലോ. ബാക്കിയുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കയറി വരിക ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ നമുക്കറിയാം കൊറോണയ്ക്ക് ആയ സമയത്ത് സ്കൂളുകളും കോളേജും എല്ലാം ലീവായപ്പോൾ കുട്ടികളുടെ കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്ന ഒരു സമയമാണല്ലോ എന്നുള്ള കരുതിയിട്ടാണ് അങ്ങനെ കൊറോണ ഞങ്ങൾ ഹൗസ് വാമിങ് കഴിഞ്ഞ് 2019 20 എനിക്ക് അസുഖം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് കൊറോണ ഒക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമായി. ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു, ആളുടെ ജോലിയൊക്കെ അവിടുന്ന് പോയി നാട്ടിൽ നിൽക്കുന്ന സമയം. അപ്പൊ ഹസ്ബൻഡ് കുറച്ചായിട്ട് എനിക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ കണ്ടപ്പോൾ ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. കൊറോണ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊന്നും ഹോസ്പിറ്റലിൽ പോവാത്തൊരു സമയം കൂടിയാണല്ലോ. മറ്റേത് എന്ത് കാര്യം ഒരു ജലദോഷപ്പനി ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ പോയിരുന്ന ആളുകൾ മുഴുവൻ വീട്ടിൽ തന്നെ ചികിത്സ തുടങ്ങിയ ഒരു പുതിയൊരു തുടക്കത്തിന്റെ ഒക്കെ കാലാണല്ലോ കൊറോണ. അപ്പൊ അങ്ങനെ ആ സമയത്ത് എങ്കിലും ഒരു ഒക്ടോബറോട് കൂടി 2020 ഒക്ടോബറോട് കൂടി ഹോസ്പിറ്റലിൽ പോയി. അപ്പോ സ്വാഭാവികമായും ഫസ്റ്റ് സ്റ്റെപ്പ് ആണല്ലോ, ഒരു പനിയാണെങ്കിലും ആദ്യം ഒരു മരുന്ന് തന്നു നോക്കും, നോക്കിയിട്ട് മാറിയില്ലെങ്കിൽ അടുത്ത മതി എന്നുള്ള ലെവലിലാണ്. അതാണ് നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതും. കാരണം പനിക്ക് പെട്ടെന്ന് പോയാൽ നമ്മൾ MRI എടുക്കണം എന്നൊന്നും പറഞ്ഞ ആരും അത് സമ്മതിക്കുന്ന ഒരു കാലമൊന്നുമല്ലല്ലോ. അപ്പൊ അതുപോലെ ഇതിന് നോർമലായിട്ട് തരുന്ന മരുന്നുകളൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടി അകത്തോട്ട് ഒരു മരുന്നൊക്കെ തന്ന്, പടച്ചോനെ ഇപ്പോഴും ഓർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേദന തിന്ന ഒരു ദിവസം അന്ന് തന്നെയായിരുന്നു. ഒരു 15 കിലോമീറ്ററിന്റെ ഉള്ളിലേ ഉള്ളൂ ഹോസ്പിറ്റലിലോട്ട്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കിനും വേദന സഹിക്കാഞ്ഞിട്ട് വൊമിറ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ദിവസമായിരുന്നു അന്ന്. ഇപ്പോഴും ഞാൻ മറക്കാത്തൊരു ദിവസം കൂടി, അത്ര അധികം വേദനയായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോഴേക്കും നോർമലി ഒക്കെ ഓക്കെ ആയി. അതിനുശേഷം പിന്നെ കുറച്ച് ദിവസം ഇങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ ഡിസംബർ ആകുമ്പോഴേക്കും പിന്നെ വീണ്ടും പഴയതുപോലെ തന്നെ എങ്ങനെയൊക്കെയായിരുന്നു മുമ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ തുടങ്ങി. അപ്പോഴും നമ്മൾ വിചാരിക്കും പോട്ടെ അടുത്ത മാസം കാണിക്കാം. ഡിസംബറോട് കൂടി ഗൾഫിൽ നിന്ന് വന്ന ആളുകളെ തിരിച്ച് UAE-യിലാണ് ആളുകൾ, UAE ഗവൺമെന്റ് തിരിച്ച് അങ്ങോട്ട് വിളിക്കുന്ന ഒരു ഘട്ടമായിരുന്നു അന്ന്. എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും, പലരും ആ ഒരു ഘട്ടത്തിൽ വീട്ടിൽ ആരെങ്കിലും ഒക്കെ കടന്നു പോയിട്ടുണ്ടാവും. നാട്ടിൽ വന്ന് കുടുങ്ങി നിൽക്കുന്ന ഫ്ലൈറ്റ് ഒക്കെ അടിയിൽ ഒഴിവാക്കിയപ്പോൾ വീണ്ടും അവരെ വിസ കിട്ടണം എന്നുണ്ടെങ്കിൽ ഡിസംബർ 31 കൂടി തിരിച്ചു പോകണം. ആള് 29-30 കൂടി തിരിച്ചു പോയി. പിന്നെ നമ്മള് വീട്ടിലെ കാര്യങ്ങള്, ലേഡീസ് അങ്ങനെയാണല്ലോ, എപ്പോഴും കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് എനിക്ക് തോന്നുന്നു. ഒരു 20 വയസ്സ് വരെയൊക്കെ പെൺകുട്ടികൾ ഭയങ്കര രാജകുമാരികളെ പോലെ ജീവിക്കും. അത് കഴിഞ്ഞ് ഒരു 30 വരെ കുടുംബം ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കാലഘട്ടമായിരിക്കും. 30 കഴിഞ്ഞ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഫാമിലിയിലെ മറ്റുള്ളവർക്കും വേണ്ടിയിട്ടായിരിക്കും ജീവിതം മാറ്റിവെക്കുക. ആ ഒരു ഘട്ടത്തിൽ പലതും നമ്മൾ സഫർ ചെയ്യും. പോട്ടെ കുഴപ്പമില്ല, പിന്നെ നോക്കാം ആ ഒരു രീതിയിൽ ഞാനും അങ്ങനെ കടത്തി വിട്ടു. ഒരു 2-3 മാസമൊക്കെ എനിക്ക് അങ്ങനെ കഴിഞ്ഞുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് ക്ഷീണം തുടങ്ങി, തലകറക്കവും. അപ്പോ നമ്മൾ സ്വാഭാവികമായും എല്ലാ അസുഖങ്ങൾക്കും നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു സൊല്യൂഷൻ നമ്മൾ തന്നെ ഒരു ഡോക്ടറാവും. പലപ്പോഴും അങ്ങനെയാണല്ലോ, പനിയാണോ, അത് ഇന്നലെ മഴ കൊണ്ടിട്ടുണ്ടാകുമല്ലോ, അതുകൊണ്ട് വന്നതായിരിക്കും. ഇങ്ങനെ നമ്മൾ തന്നെ ഒരു ഓപ്ഷൻ എപ്പോഴും കണ്ടുപിടിക്കാറുണ്ടല്ലോ. നമ്മളെ വീട്ടിലൊക്കെ പലപ്പോഴും നമ്മൾ നേരിടുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ ഞാനും ബ്ലീഡിങ് ഉള്ളതാണല്ലോ, അപ്പൊ അതിന്റെ ക്ഷീണമായിരിക്കും. അപ്പൊ ബ്ലഡ് കുറഞ്ഞിട്ടുണ്ടാവും, പോയി ചെക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാൻ പഠിച്ചത് ലാബ് ടെക്നീഷ്യൻ കോഴ്സാണ്. അതുകൊണ്ട് പോയി ഒറ്റയ്ക്ക് തന്നെ പോയി ലാബിൽ പോയി HB ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. HB ചെക്ക് ചെയ്തു, അടിപൊളി 8 നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല. അതുകൊണ്ടാണ് ക്ഷീണം, അതല്ലാതെ വേറൊരു കാരണമല്ല. നമുക്ക് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയല്ല എന്ന് സ്വയം അഹങ്കരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട തന്നെയായിരുന്നു ഞാനും. അസുഖങ്ങളൊന്നും വരാനുള്ള സാധ്യത ഇല്ല. കാരണം മറ്റുള്ളവരെ അപേക്ഷിച്ച് ഞാൻ കുറച്ചും കൂടി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഫാമിലി മൊത്തം കുറച്ചും കൂടെ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാം. അതായത് നോൺ വെജ് ഒന്നും അധികം യൂസ് ചെയ്യാറില്ല. നമ്മൾക്ക് കാണുന്ന ഒരു കുറെ തെറ്റായ ധാരണകളായിരിക്കാം മനസ്സിന്റെ ഉള്ളിൽ. നോൺ വെജ് കൂടുതൽ കഴിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുക. അപ്പൊ നമ്മളൊക്കെ വെജിറ്റേറിയൻസ് ആണ് അധികം. എപ്പോഴെങ്കിലും മാസത്തിൽ ഒരിക്കലൊക്കെ നോൺ വെജ് കഴിക്കുന്നുള്ളൂ. ഞാൻ കുറെ കാലം സൗദിയിലായിരുന്നു. അപ്പൊ അവിടുന്ന് തന്നെ നമുക്ക് അവിടെയും വെജിനെക്കാട്ടിലും ചെലവ് കുറവാണ് നോൺ വെജിന്. എങ്കിൽ പോലും വെജിറ്റേറിയൻ ആവാനാണ് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഒരുപാട് ഒഴിവാക്കുന്ന ഒരു സ്വഭാവമാണ്.
അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ അസുഖമൊന്നും വരാൻ സാധ്യതയില്ല. വേറെ കൂടുതലായിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല, പ്രത്യേകിച്ചുള്ള കാരണങ്ങളൊന്നുമില്ല. HB കുറഞ്ഞത്, ഫുഡ് കുറവാണ്, ബ്ലീഡിങ് ഉണ്ട്, ഇത്രയും മാത്രം അന്ന് ചിന്തിച്ചോളൂ. അപ്പൊ പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമാവും എന്ന് തോന്നിയപ്പോൾ ഡോക്ടറെ കാണിച്ചു. ബ്ലീഡിങ്ങിന്റെ കാര്യമൊന്നും അത്ര ഗൗരവത്തിൽ ഡോക്ടറോട് പറഞ്ഞില്ല, എങ്ങനെ ബ്ലഡ് കുറവ്. അപ്പൊ ഡോക്ടർ ഇത് കണ്ടതും ഡോക്ടർ എന്നോട് പറഞ്ഞു, നീ അന്ന് വന്ന ഒരാളല്ലേ, നീ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ട് എന്താ നീ വന്നില്ല എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് ഷൗട്ട് ചെയ്തു. സന്തോഷം, അതെല്ലാം കേട്ട് നമുക്ക് കേൾക്കേണ്ടത് തന്നെയാണല്ലോ എന്നുള്ള രീതിയിൽ അതെല്ലാം കേട്ട് വീട്ടിലെത്തി. ഡോക്ടർ പറഞ്ഞു, ഒരു 15 ദിവസത്തെ ഗ്യാപ്പ് തരാം, അത് കഴിയുമ്പോൾ നീ വന്ന് DNC ചെയ്തിട്ട് ക്ലിയർ ആക്കിക്കൊള്ളാം. അതിനകത്ത് സ്കാനും ചെയ്തു ഡോക്ടർ. അപ്പൊ സിസ്റ്റ് ഉള്ളത് കൊണ്ടാണ് നിന്റെ ബ്ലീഡിങ് നിൽക്കാത്തത്. അപ്പൊ പെട്ടെന്ന് DNC ചെയ്ത് ക്ലിയർ ആക്കിയില്ല തന്നെ നിനക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ മോന് അന്ന് ഒരു 18 വയസ്സ് കഴിഞ്ഞു. അപ്പൊ അവനെയും കൂട്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പൊ മോനോട് രാവിലെ പറഞ്ഞു, അവൻ ലൈസൻസ് എടുത്തിട്ട് 1 മാസമായിട്ടേ ഉള്ളൂ. അപ്പൊ അവൻ വണ്ടി ഓടിക്കാൻ പഠിച്ചതൊക്കെ എൻ്റെ കൂടെ ഇങ്ങനെയുള്ള യാത്രകളാണ്, ഹോസ്പിറ്റൽ യാത്രകളിലായിരുന്നു കൂടുതൽ ഡ്രൈവിംഗ് സെറ്റ് ആയതെന്ന് അവൻ പറയും. അപ്പൊ അവനോട് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, DNC എന്താണ്, കാരണം 18 വയസ്സൊരു കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ DNCയെ കുറിച്ച് കൃത്യമായി ധാരണ ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. വേറെ ആരും ആവശ്യമില്ല, കാരണം ഒരു രാവിലെ 7 മണിക്ക് അവിടെ എത്തുന്നു, വൈകുന്നേരം 4 മണിയോട് കൂടി നമ്മൾ ഡിസ്ചാർജ് ആയി പോരുന്ന പറഞ്ഞു. അപ്പൊ വീട്ടിലാണെങ്കിൽ ഹസ്ബൻഡ് ഇല്ല, മൂത്ത മോള് MBBSന് വേണ്ടിയിട്ട് കൊല്ലത്താണ്, പിന്നെ രണ്ടാമത്തെ മോൻ എൻ്റെ കൂടെയുള്ള, പിന്നെ ചെറിയൊരു മോളും കൂടിയാണ്. എനിക്ക് 3 കുട്ടികളാണ്. അപ്പൊ അവരെ കൂട്ടിക്കൊണ്ടുപോകും, അവനാണല്ലോ എൻ്റെ കൂടെ ഉണ്ടാവേണ്ടത്, ഇതെല്ലാം അവൻ അറിയട്ടെ എന്നുള്ളത് കൊണ്ട് അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. DNC എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇങ്ങനെയാണ് എൻ്റെ അസുഖം, ഇങ്ങനെയാണ് ബ്ലീഡിങ് ആണ്, ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ തിയേറ്ററിൽ കയറി. എൻ്റെ കൂടെ അന്ന് എനിക്ക് തോന്നുന്നു 6 or 8 പേരുണ്ട്. ഇവരെല്ലാം DNC കഴിഞ്ഞിട്ട് തിരിച്ച് 1 മണിയോ 1:30 മണിയായപ്പോഴേക്കും ഒക്കെ എല്ലാവരും പുറത്തോട്ട് വരാൻ തുടങ്ങി. പക്ഷെ ഞാൻ മാത്രം വരാത്ത കൊണ്ടപ്പോ മോന് ഭയങ്കര പേടിയാവാൻ തുടങ്ങി. എന്താ ഉമ്മ മാത്രം വരുന്നില്ലല്ലോ, അവരുടെ കൂടെ അങ്ങോട്ട് പോകുന്നവരൊക്കെ ചിരിച്ച് വർത്താനം പറഞ്ഞു പോയവരൊക്കെ എല്ലാരും വരുന്നുണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് സിസ്റ്ററോട് ഒന്ന് ഫോൺ കൊടുക്കോ പറഞ്ഞിട്ട് എൻ്റെ ഫോൺ അവന്റെ സിസ്റ്ററുടെ കൈ കൊടുത്തിട്ട് ഉമ്മാന്റെ കൈ കൊടുക്കോ, ഞാൻ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞ് കൊടുത്ത് അത് അവിടെ കൊണ്ടുപോയി സിസ്റ്റർ എൻ്റെ കയ്യിൽ ഫോൺ തരാൻ വേണ്ടി എന്നെ വിളിച്ചു എന്നാ സിസ്റ്റർ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഞാൻ അൺകോൺഷ്യസ് ആയിരുന്നു. അപ്പൊ ഡോക്ടർമാർ പെട്ടെന്ന് സിസ്റ്റേഴ്സ് ഒക്കെ ഭയങ്കര പേടിയായി. ഞാൻ താലൂക്ക് ഹോസ്പിറ്റലിലാണ്. അപ്പൊ സിസ്റ്റർ വേഗം ഡോക്ടറെയൊക്കെ വിളിച്ചു നോക്കിയപ്പോൾ പ്രഷർ, ബ്ലഡ് ഷുഗർ ഒക്കെ കുറവാണ്. HB ചെക്ക് ചെയ്തു, HB കിട്ടിയപ്പോൾ 4 ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ പെട്ടെന്ന് അങ്ങനെ ICUലേക്ക് മാറ്റി ബ്ലഡ് ഒക്കെ കയറ്റാനുള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അന്ന് അവിടെ അഡ്മിറ്റ് ആക്കി 2 ദിവസം അവിടെ കിടന്നിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോഴേ ഡോക്ടർ പറഞ്ഞു, ഇത് ബയോപ്സിക്ക് അയക്കുന്നുണ്ട്, റിസൾട്ട് കിട്ടുമ്പോൾ നീ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അനാസ്ഥ കാണിച്ചിരിക്കരുത്, പ്രാവശ്യം വരണം എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ വഴക്ക് കേൾക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ട് ഞാൻ ഓക്കെ എന്നും പറഞ്ഞിട്ട് പോന്നു. അപ്പോഴും എന്റെ മനസ്സിലിതാ, അസുഖം മാറിയല്ലോ, ഇത് കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ ഇതിന്റെ കാര്യം ഒന്നും ശ്രദ്ധിക്കേണ്ട, അതെല്ലാം ഡോക്ടർ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറയുന്നതല്ലേ എന്നുള്ള ഒരു രീതിക്ക് തന്നെ വീട്ടിലെത്തി. പക്ഷെ 15 ദിവസം കഴിഞ്ഞ് ബയോപ്സി കിട്ടിയപ്പോ എന്തോ നമുക്ക് അത്ര കൂടുതൽ വിവരം ഇല്ലെങ്കിൽ എവിടേക്കോ വായിക്കാൻ അറിയുന്നതുകൊണ്ട് എന്തൊക്കെയോ ഒരു ഫർദർ എക്സാമിനേഷൻ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അതിൽ എഴുതി കണ്ടപ്പോൾ സംതിങ് റോങ് എന്ന് നമുക്ക് ഫീൽ ചെയ്തു. അത് നമുക്കൊരു 2 തരം മൈൻഡ് എന്നാ പറയാം. നമ്മളെ കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡും. അപ്പൊ ചില കാര്യങ്ങൾ നമ്മളോട് നമുക്ക് അറിയാൻ വേണ്ടി തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും. സംതിങ് റോങ് ആണെങ്കിൽ സംതിങ് റോങ്, അല്ലെങ്കിൽ ഹാപ്പി, മറ്റുള്ളതൊക്കെ നമ്മൾ കോൺഷ്യസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് എന്തോ സംതിങ് റോങ് എന്ന് എന്റെ ഉള്ളിൽ തന്നെ ഒരു ഫീല് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഒന്നും കൂടെ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു, നമ്മൾ DNC ചെയ്യാൻ പാടില്ലായിരുന്നു, DNC ചെയ്തപ്പോൾ ഇതാകെ സ്പ്രെഡ് ആയി പോയിരിക്കുന്നു, നമുക്ക് ചെയ്യേണ്ടത് വാക്വം ചെയ്തിട്ട് ഈ സിസ്റ്റിനെ മൊത്തം എടുക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്, അതാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പൊ അതുകൊണ്ട് അടുത്ത ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലക്ക് നമ്മളത് ചെയ്യണം, അല്ലെങ്കിൽ വീണ്ടും ബ്ലീഡിങ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പൊ ഓക്കെ, അങ്ങനെ എന്താണ് വാക്വം ചെയ്യണമെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഇവിടെ ചെയ്യാൻ പറ്റില്ല, അത് നിങ്ങൾക്ക് ജില്ലാ ഹോസ്പിറ്റൽ, താലൂക്ക് ഹോസ്പിറ്റലാണല്ലോ, സ്വാഭാവികമായും നമുക്ക് ജില്ലാ ഹോസ്പിറ്റലിലോട്ട് അവരെ റെഫർ ചെയ്തു തന്നു. അപ്പോ കൊറോണ ഇങ്ങനെ ഫസ്റ്റ് വേവ് കഴിഞ്ഞ് സെക്കൻഡ് വേവിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, നമ്മളെല്ലാരും ആ പേടിയൊന്നും വിട്ടു മാറിയിട്ടില്ലാത്തൊരു സമയമാണ്. അപ്പൊ ജില്ലാ ഹോസ്പിറ്റലിലോട്ട് പോകാൻ ഭയങ്കര പേടി. അവിടെ പോയി കഴിഞ്ഞാൽ മൊത്തം കൊറോണ ആണല്ലോ. അപ്പൊ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ പോവാം. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പൊതുവെ എല്ലാവരും പേഷ്യൻസ് വളരെ കുറവുള്ള ഒരു സമയം കൂടിയാണ്. അപ്പൊ ഞാൻ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒരു റിപ്പോർട്ടും കാണിച്ചില്ല. നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ,
അങ്ങനെ അവിടെ പോയി സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടിയിട്ട് ഡോക്ടറെ കാണിച്ച് അവര് സ്കാനിങ് പറഞ്ഞു, ബ്ലീഡിംഗ് എന്ന് മാത്രമേ പറഞ്ഞു. അപ്പൊ സ്കാനിങ്ങിന് വേണ്ടി കിടത്തി സ്കാനിങ് ഒക്കെ ചെയ്തിട്ട് റിപ്പോർട്ട് ഡോക്ടറെ കൈ കിട്ടിയിട്ട് റിപ്പോർട്ട് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്ത് ഡോക്ടർ മുന്നിൽ ഇരിക്കുക. അപ്പൊ ഡോക്ടർ പറഞ്ഞു ആരെ പേഷ്യന്റ് വെച്ചു, ഞാൻ തന്നെയാണ്. അപ്പൊ പറഞ്ഞു നമുക്ക് എന്താ സ്കാനിങ്ങിൽ കൃത്യമായി കാണാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഇവരെ സ്കാനിങ്ങിന്റെ ക്യാഷ് തിരിച്ചു കൊടുക്കാൻ സിസ്റ്ററോട് പറയുന്നുണ്ട്. സ്കാനിങ്ങിന്റെ ക്യാഷ് തിരിച്ചു കൊടുക്കും, എന്നിട്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്നും കൂടെ ചെക്കപ്പ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാന് അങ്ങോട്ട് എന്റെ കയ്യിലുള്ള റിപ്പോർട്ട് എടുത്ത് അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. ഇതല്ലേ ഡോക്ടറെ വിഷയം എന്ന് ചോദിച്ചു. അപ്പൊ ഇത് തന്നെ, നിനക്കിത് അറിയായിരുന്നോ എന്ന് ചോദിച്ചു. യെസ് അറിയാം, ഞാനൊരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു വീട്ടിൽ നിന്ന് കുറച്ച് ആരെങ്കിലും കൂട്ടിയിട്ട് വരൂ, എന്നിട്ട് ഒന്നല്ലെങ്കിൽ ഒരു വലിയൊരു ഹോസ്പിറ്റലിലോട്ട് പോകും, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ കേസാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡോക്ടർ പറഞ്ഞോളൂ എന്താണ് എന്നുള്ളത് എന്നോട് പറയൂ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു വീട്ടിൽ നിന്ന് ആരെങ്കിലും കൂട്ടിയിട്ട് വരാം. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നോട് ഈ കാര്യം പറയാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലായപ്പോ തൊട്ടപ്പുറത്തുള്ള വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തു. ഞാനല്ല പേഷ്യന്റ്, എന്റെ കസിനാണ് എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ പോയി അവർക്ക് ഈ റിപ്പോർട്ട് കാണിച്ചു കൊടുത്തു. എന്റെ കസിന്റെ റിപ്പോർട്ടാണ്, ഡോക്ടർ ഇതിൽ എന്താ ചെയ്യാൻ പറ്റുക, ഈ വാക്വം ഇവിടെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് ചെയ്യാം, പക്ഷെ നമ്മളിപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ ചെയ്യുന്നത് ഭയങ്കര റിസ്ക് ആണ്, ഈ പേഷ്യന്റിന് ബ്ലീഡിങ് ഓവർ ആവാനുള്ള സാധ്യത കൂടുതലാണ്, അതുകൊണ്ട് നിങ്ങൾ വേറൊരു ഹോസ്പിറ്റലിലോട്ട് പോയിക്കോളൂ. ഒരു പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്, കൊറോണയാണ്, പത്രങ്ങളിലെ ന്യൂസുകൾ വളരെ കുറവുള്ള സമയമാണ്. അപ്പൊ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ, ഹായ് സൗമ്യ, എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പത്രങ്ങൾക്ക് ആഘോഷമായിരിക്കും, ഞങ്ങളുടെ ഹോസ്പിറ്റലിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പേഷ്യന്റ് അല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ഈസി ആയിട്ട് അവർ പറഞ്ഞത്. അപ്പോ എന്തൊക്കെയോ സംതിങ് ഇതുപോലെ നമ്മളോട് പറയാൻ തുടങ്ങി, കുറച്ച് സീരിയസ് ആയ ഒരു കാര്യമാണ്. ഞാൻ അങ്ങനെ അവിടെ ഉള്ള ഒരു ചുറ്റുവട്ടത്തുള്ള ഒരു 7-8 ഹോസ്പിറ്റലിലോളം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറി. അത്ര വലിയ ഹോസ്പിറ്റലുകളല്ല, മീഡിയം സൈസുള്ള ഹോസ്പിറ്റലുകളിൽ കയറി. ഒന്ന് ഫിനാൻഷ്യൽ പ്രോബ്ലം തന്നെയായിരുന്നു, വലിയൊരു ഹോസ്പിറ്റലിലോട്ട് പോകാൻ എന്നെ ചിന്തിപ്പിക്കാത്തതിന് കാരണം വീടിരുന്ന് ഹൗസ് വാമിങ് കഴിഞ്ഞ് കുറച്ചേ ആയിട്ടുള്ളൂ. എല്ലാവർക്കും അറിയാലോ അതിന്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ട്. അതോടൊപ്പം തന്നെ കൊറോണ ആയത് കാരണം ജോലി പോയതാണ് ഹസ്ബൻഡിന്. പുതിയ ഒരു കാൽവെപ്പ് വെച്ചിട്ടില്ല, അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോ ഞാനും കൂടെ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടാക്കണോ എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഒന്ന് ഡിലേ ആക്കിയതും. അതോടൊപ്പം ഇങ്ങനെ ഹോസ്പിറ്റലുകൾ, ചെറിയ ഹോസ്പിറ്റലിൽ പോകും, പിന്നെ അത്ര വലിയൊരു സീരിയസ് ആയ ഒരു അസുഖമായിട്ട് ഞാൻ എടുക്കുന്നത് പിന്നെ ഈ ഡോക്ടേഴ്സിന്റെ വിവരണം കൊണ്ടാണ്. പിന്നെ അവസാനം ജില്ലാ ഹോസ്പിറ്റലിൽ തന്നെ പോകാൻ തീരുമാനിച്ചു, കാരണം വേറെ എവിടെയും എടുക്കുന്നില്ല. ജില്ലാ ഹോസ്പിറ്റലാണെങ്കിൽ റെഫറൻസ് ഉള്ളതുകൊണ്ട് അവർക്ക് ഒഴിവാക്കാനും പറ്റില്ല. അങ്ങനെ അവിടെ പോയി ഡോക്ടർ അവിടെ നിന്ന് എന്റെ കേസ് എടുത്തു. ഡോക്ടർ ശ്രീജ, വൺ ഓഫ് ദ മോസ്റ്റ് വണ്ടർഫുൾ ഡോക്ടർ എന്ന് തന്നെ പറയാം. അടിപൊളിയാ ഡോക്ടർ, നല്ല രീതിയിൽ നമ്മളോട് ഉള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി പറഞ്ഞു തന്നു. അത്ര പേടിക്കേണ്ട ഒരു ആവശ്യമില്ല, നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാം. എല്ലാ താലൂക്ക് ഹോസ്പിറ്റലൊക്കെ ചെയ്യുന്നതാണ്, പക്ഷെ അവര് റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി ഒഴിവാക്കിയതായിരിക്കും. ഒരു 3 ദിവസത്തെ കാര്യമുള്ളൂ. അതിന്റെ ഇടയിൽ നമ്മുടെ പ്രൊസീജിയർ ഒക്കെ കംപ്ലീറ്റ് ആവും. ഒരു ദിവസം നമുക്ക് ടെസ്റ്റുകൾ ചെയ്യണം, 2ാമത്തെ ദിവസം വാക്വം ചെയ്ത് 3ാമത്തെ ദിവസം ഡിസ്ചാർജ് ആയി പോവാം. പിന്നെ ഒരു 3 ദിവസത്തെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പോട് കൂടി വരും എന്ന് പറഞ്ഞു. അപ്പോ അപ്പോഴേക്കും 2021 മെയ് ആയി. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ വേണ്ടി പോയി. നോമ്പായിരുന്നു ആ സമയത്ത്, റമദാന്റെ നോമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമുക്കൊരു കൂടെ ഒരു ബൈസ്റ്റാൻഡർ വേണം. അപ്പോ കൊറോണ സമയമായതുകൊണ്ട് ഉമ്മാക്ക് 60 വയസ്സിന് മുകളിലായിട്ടുണ്ട്. അപ്പൊ ഉമ്മാനെ കൊണ്ടുപോകാൻ പറ്റില്ല, സിസ്റ്ററിനൊക്കെ ചെറിയ കുട്ടികളാണ്, അവരെ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ കസിൻ സിസ്റ്ററെയാണ് ഞാൻ വിളിച്ചത്. അപ്പൊ അവൾ എന്റെ കൂടെ, ഞങ്ങൾ അധികം ഏജ് ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് ഫ്രണ്ട്സിനെ പോലെ. അപ്പൊ അവളെ വിളിച്ചു, 2 ദിവസത്തെ കാര്യമുള്ളൂ, നീ എന്റെ കൂടെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ അവളെയും കൂട്ടി ഞാൻ ആ ഒരു യാത്ര തുടങ്ങിയിട്ട് 10 ദിവസം ഹോസ്പിറ്റലിൽ അവിടെ കിടന്നു. കാരണം വാക്വം ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഓവർ ബ്ലീഡിങ് ആയിരിക്കും എന്നുള്ളത്. പക്ഷെ എനിക്ക് ഒട്ടും ബ്ലീഡിങ് ഉണ്ടായില്ല. അപ്പൊ അതൊരു മുമ്പ് പറഞ്ഞ പോലെ സംതിങ് റോങ് എന്ന് ഫീൽ ചെയ്തു. അപ്പൊ നമ്മള് ഡോക്ടറോട് പറഞ്ഞപ്പോ അവര് സ്കാനിങ് ചെയ്തപ്പോ പറഞ്ഞു, അവര് പറഞ്ഞൊരു കാര്യം, ഇത് എന്റെ ഭാഗത്ത് വന്നൊരു ഫാൾട്ടാണ്, ഞാന് വാക്വം ചെയ്തപ്പോ ഫുൾ എടുത്തിട്ടില്ല, അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കര അപ്പോളജീസ് ആയിട്ടാ പറഞ്ഞു. അപ്പൊ അത് നമ്മുടെ ഉള്ളിൽ അവർ അതുവരെ തന്നൊരു സ്നേഹം കൊണ്ടൊക്കെ നമുക്ക് എന്തോ, കസിന് സിസ്റ്റർ പറഞ്ഞു നമുക്ക് വീട്ടിൽ അറിയിക്കാം, നമ്മൾ വീണ്ടും ഡിലേ ആവുകയാണല്ലോ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് സ്വാഭാവികമായിട്ടും ബ്രദേഴ്സ് ഉണ്ട്,
കസിൻ ബ്രദേഴ്സ് ഉണ്ട്, എല്ലാവരും കൂടെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ഡോക്ടർക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നും ചിന്തിക്കില്ല, നേരെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയുള്ളൂ. അപ്പൊ അത് വലിയ വിഷയമാവും. അതുകൊണ്ട് ഇതിപ്പോ നമുക്ക് നമ്മുടെ കഷ്ടകാലം അങ്ങനെ ചിന്തിച്ചാൽ മതി. ഡോക്ടറെ ഒരു അബദ്ധമായിട്ട് നമ്മൾ കാണണ്ട എന്നുള്ള ഒരു രീതിക്ക് അന്ന് അങ്ങനെ ഒരു ഇതെടുത്തു. ഡോക്ടറോട് സാരമില്ല, കുഴപ്പമില്ല ഡോക്ടറെ, മുന്നോട്ട് എന്താ വേണ്ടിച്ച് നമുക്ക് ചെയ്യാന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി. വീണ്ടും വാക്യൂം ചെയ്യുന്നു. അത് ഭയങ്കര പെയിൻ ഉള്ള ഒരു കാര്യമാണ് ഈ വാക്യൂം ചെയ്തെടുക്കുന്നത്. ആദ്യം സഡേഷൻ തന്നിട്ട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും സഡേഷൻ ഇല്ലാതെ വീണ്ടും ചെയ്യേണ്ടി വന്നു. കാരണം ഫസ്റ്റ് വാക്യൂം ചെയ്ത അന്ന് എനിക്ക് DNC കഴിഞ്ഞ് അന്ന് ഉണ്ടായ അതേ സിംറ്റംസ് ഒക്കെ വീണ്ടും വന്നു. അൺകോൺഷ്യസ് ആവുന്നു, ബ്ലഡ് BP അതേപോലെ ഷുഗർ HB ഒക്കെ കുറഞ്ഞ് വീണ്ടും ബ്ലഡ് കയറ്റേണ്ട ഒക്കെ ഒരു അവസ്ഥ വന്നു. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും ഇതില്ലാതെ തന്നെ നമുക്ക് വാക്യൂം ചെയ്തിട്ട് പിന്നെ മുന്നോട്ട് പോയി. അതേപോലെ തന്നെ വീണ്ടും ബ്ലീഡിങ് ഒന്നുമില്ല. അപ്പോൾ ഡോക്ടർക്ക് വീണ്ടും ഡൗട്ടായി. വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് ഗ്രോത്ത് ആണ്, ഡോക്ടറിന്റെ ഒരു അബദ്ധമല്ല, ഇത് വളർന്നുകൊണ്ടിരിക്കുക, നമ്മൾ എത്ര എടുക്കുന്നു അതിനനുസരിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവര് ഗൈനക്കിന്റെ ഒരു മീറ്റിംഗ് കൂടി അവര് യൂട്രസ് എടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. വളരെ വിഷമത്തോടു കൂടിയാണ് ഡോക്ടർ അത് നമ്മളോട് പറയാൻ വേണ്ടി വരുന്നത്. അപ്പോ എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ഇപ്പോഴും നല്ല ഓർമ്മയാണ്. കാരണം ചില മൊമെന്റുകൾ നമ്മളെ ലൈഫിൽ മറക്കില്ല എന്ന് പറയുമല്ലോ. ഞാൻ ഇപ്പോഴും ഒരു എന്നെ തന്നെ ഞാൻ അഭിമാനത്തോടു കൂടി കാണുന്ന, എന്നെ തന്നെ ഞാനൊരു സന്തോഷത്തോടു കൂടി കാണുന്ന ഒരു മോസ്റ്റ് വൺ ഓഫ് ദി മൊമെന്റ് തന്നെയാണ് അത്. കാരണം അന്ന് ഡോക്ടർ എന്റെ ചേർത്ത് ഇങ്ങനെ പിടിച്ച് തോളിലൂടെ കൈയിട്ട് ആ വരാന്തയിലൂടെ ഇങ്ങനെ നടന്നിട്ട് ഡോക്ടർ പറഞ്ഞു, റെയ്ഹാന, ഇത് നമ്മൾ വിചാരിച്ച പോലെ ഒരു ചെറിയ കേസല്ല, എന്തായാലും ഗർഭപാത്രം എടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് കാണുന്നത്, ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്, ഇത് വളർന്നാൽ നിന്റെ ആരോഗ്യത്തിന് വളരെ ദോഷമായിരിക്കും, അതുകൊണ്ട് നമുക്ക് ഗർഭപാത്രം എടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാധനം, ഈ ഒരു പാത്രം എന്ന് പറയുന്നത് എന്നെ കഴിവിന്റെ പരമാവധി ബുദ്ധിമുട്ടിച്ചൊരു സാധനം. അത്രയ്ക്ക് വേദന ഞാൻ സഹിച്ചൊരു സാധനം. പുകഞ്ഞ ഉള്ളി പുറത്തു നിന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ നിൽക്കുമ്പോഴാണ് ഡോക്ടർ ഒന്ന് പറയണേ ഈ പാത്രം എടുക്കണം. സന്തോഷം. ഞാൻ ഡോക്ടറോട് തിരിച്ചു പറഞ്ഞു, ഡോക്ടർ സന്തോഷം, ഡോക്ടർ ആ പാത്രം എടുത്തേക്ക്, എനിക്ക് ആ പാത്രത്തിന്റെ ആവശ്യമില്ല, എന്റെ ആവശ്യം കഴിഞ്ഞതാ, ഡോക്ടർ എടുത്തേക്ക്, എനിക്കിനി ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർക്ക് തിരിച്ച് ഒരു ഡോക്ടർ എന്നുള്ള നിലക്ക് ഒരു പേഷ്യന്റിനെ കാണുന്ന ഒരു മറുപടി ആയാത്തോണ്ടായിരിക്കാം, അതല്ലാത്തോണ്ടായിരിക്കാം ഡോക്ടർ എന്നെ ഒന്ന് തിരിഞ്ഞൊരു നോട്ടം നോക്കി. എന്നിട്ട് വേദന കൂടുതൽ സഹിച്ച ആളുകൾക്ക് ഭ്രാന്താവൂന്ന് ചോദിച്ചു എന്റെ മുഖത്ത് നോക്കിയിട്ട്. അപ്പൊ അതെന്താ ഡോക്ടർ ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു, ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് വേണ്ടാഞ്ഞിട്ടാ, ആ സാധനം എനിക്ക് വേണ്ട, എനിക്ക് പറ്റാഞ്ഞിട്ടാ ഡോക്ടറെ, നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ബൈസ്റ്റാൻഡറോട് പറയണം. അപ്പൊ എന്റെ കൂടെയുള്ള സിസ്റ്റർക്ക് ഭയങ്കര, അവരുടെ ഹസ്ബൻഡ് മരിച്ച 1 വർഷമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോ ആള് ഭയങ്കര എന്താ പറയാ, ഭയങ്കര സെന്റിമെന്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആളാ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ എനിക്ക് എന്റേതായ രീതിയിൽ, അവളെ എങ്ങനെയാണെന്ന് എനിക്കറിയാം, അപ്പൊ അവൾക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത് പറ്റില്ല, അതൊരു പ്രൊസീജിയർ ആണെന്ന്. ഓക്കെ ഡോക്ടർ, പ്രൊസീജിയർ നടക്കട്ടെ. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കാം, ഡോക്ടറെ ഞാൻ പറഞ്ഞാൽ പോരെ എന്ന് വെച്ചാൽ പറ്റില്ല എന്ന്. അങ്ങനെ ഡോക്ടർ വിളിക്കുന്നു, അവരോട് കാര്യം പറയുന്നു. വരാന്തയിൽ വെച്ചിട്ട് തന്നെ കാര്യം പറയുന്നത്. ഡോക്ടർ വിചാരിച്ചതുപോലെ അല്ലെങ്കിൽ ആഗ്രഹിച്ചതുപോലെ പ്രതീക്ഷിച്ചതുപോലെ അവള് തല കറങ്ങി വീഴുന്നു. ഡോക്ടർ ചോദിച്ചു, പ്രൊസീജിയർ കംപ്ലീറ്റ് ആയ ഡോക്ടറെ, ഇനി ഞങ്ങൾ തിരിച്ചു പൊക്കോട്ടെ എന്ന് ചോദിച്ചു. കാരണം അവളെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാം അവൾക്ക് അത് താങ്ങാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെ അങ്ങോട്ട് എന്നെ വീൽ ചെയറിൽ കൊണ്ടുപോയി തിരിച്ച് ഇങ്ങോട്ട് എന്റെ ബൈസ്റ്റാൻഡറിനെ വീൽ ചെയറിലോട്ട് കൊണ്ടുവന്നു. ഞാൻ പിന്നാലെ നടന്നു വന്നു. ഇങ്ങനെ ഒരു സന്തോഷമായ രസകരമായിട്ടൊരു സംഭവമായിരുന്നു അന്ന് നടന്നത്. പിന്നെ ഞാൻ അവളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി, ഇങ്ങനെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ഇനി എന്തിനാ ഇത്, നമുക്ക് ആവശ്യം ഒരു സാധനം നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി നമ്മളത് അത് എത്ര ആവശ്യമുള്ള സാധനമാണെങ്കിലോ എത്ര ക്ലോസ് റിലേഷൻ ആണെങ്കിലോ അത് നമ്മൾ ഒഴിവാക്കണം. നമ്മുടെ ജീവിതത്തിന് അത് ടോക്സിക് ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പല ബുദ്ധിമുട്ടുകളും നമ്മുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറെയൊക്കെ സാഹിത്യം അത് ഇതൊക്കെ പറഞ്ഞ് അവളെ സെറ്റാക്കി നമ്മൾ വീട്ടിലേക്ക്, പക്ഷെ വീട്ടിൽ ഇതുവരെ അറിയിച്ചിട്ടില്ല. കാരണം ഇവളുടെ അതേ ഒരു പാരമ്പര്യമാണല്ലോ വീട്ടിൽ കിടക്കുന്നവരൊക്കെ. അപ്പൊ അവരെല്ലാവരും ഇങ്ങനെ എന്താന്ന് ചോദിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞങ്ങൾ കുറച്ച് ടെസ്റ്റുകൾ ഉണ്ട്, കൊറോണ ടെസ്റ്റ് ഒക്കെ ചെയ്യേണ്ടി വരും തിരിച്ചു വീണ്ടും വന്നാല്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൊറോണ ആയതുകൊണ്ട് ആരും ടെസ്റ്റ് ചെയ്യാനും വരില്ലല്ലോ. അപ്പൊ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ പിന്നെയാണ് അങ്ങനെ നമ്മള് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പറയാം, അതുവരെ അല്ലെങ്കിൽ അവരെ ടെൻഷൻ അടിക്കണ്ട എന്നുള്ള രീതിയിൽ 3 ദിവസത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോ ബൈസ്റ്റാൻഡറിന്റെ പിന്നെ ഈ സന്തോഷകരമായ നിലപാടൊക്കെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു, ആണുങ്ങൾ ആരെങ്കിലും വീട്ടിൽ നിന്ന് വരണം, ഒപ്പിട്ട് തരാൻ ആരെങ്കിലും വേണം, ഇവരെ കൊണ്ട് പറ്റില്ല, നിങ്ങൾ അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവര് ഭയങ്കര ബുദ്ധിമുട്ടാക്കും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അനിയനെ വിളിച്ചിട്ട്
വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് ഒരു 40 വയസ്സാവുന്നതോടുകൂടി ലേഡീസിന്റെ വയറ്റിലൊന്നും ഗർഭപാത്രം ഉണ്ടാവില്ലടാ, നീ പേടിക്കണ്ട, ഇത് ചെറിയൊരു പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു അവനെ വളരെ ലാഘവത്തോടു കൂടി കൊണ്ടുവന്നു. അവന് ആരോട് അന്വേഷിച്ചാലും നമ്മളും അങ്ങനെയാണല്ലോ കേൾക്കുക, യൂട്രസ് എടുത്ത് കളയുന്ന വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല. ഈ രീതിയിൽ അവനെ കൊണ്ടുവന്നു, ഒപ്പിട്ട് കൊടുത്ത് അവൻ ഓപ്പറേഷന് നിന്നു. ജൂൺ എനിക്ക് തോന്നുന്നു ഒരു മെയ് പകുതിയോട് കൂടിയാണ് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തത്. രാവിലെ പെരുന്നാളായിരുന്നു, പെരുന്നാളിന്റെ പിറ്റേ ദിവസമാണ് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോ എന്താണ് ഒന്നാം പെരുന്നാളോട് കൂടി എല്ലാ ടെസ്റ്റുകളും നമ്മൾ കംപ്ലീറ്റ് ആയി. ഞങ്ങൾ അടിച്ചു പൊളിച്ച് ഒന്നാം പെരുന്നാളൊക്കെ ബിരിയാണിയൊക്കെ കഴിച്ച് ഹോസ്പിറ്റൽ ആഘോഷിച്ചു. അന്ന് രാത്രിയോട് കൂടി നമ്മൾ എല്ലാ ടെസ്റ്റ് റിസൾട്ടും കിട്ടണം. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ഓപ്പറേഷൻ ആണ്. നമുക്ക് എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു വെച്ചിരിക്കാം. ഇവൻ ഷേവിങ് വരെയും, വയറിന്റെ ഷേവിങ് വരെയും കഴിഞ്ഞ് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്കൊരു കോള് വരുന്നത്. ഞങ്ങൾ മലമ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. മാമിന്റെ എന്താണ് ബ്ലഡ് കൊറോണ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെച്ചാൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ്, എവിടെയാണ് മാം എന്ന് വെച്ചാൽ ജില്ലാ ഹോസ്പിറ്റലിൽ 15 ദിവസമായിട്ട് അഡ്മിറ്റ് ആണ്. ഇപ്പോ എന്താണ് ഇവിടുന്നാണ് ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അയ്യോ, എപ്പോഴാ ഓപ്പറേഷൻ? നാളെയാണ്. ഓക്കെ മാം, മാമിന്റെ കൊറോണ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു നിമിഷം നമ്മളൊന്ന് സ്റ്റക്ക് ആയിപ്പോയി. കൊറോണ പോസിറ്റീവ്, അപ്പൊ നാളെ ഓപ്പറേഷൻ. മാം, അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചു, ഇങ്ങനെയാണ് സംഭവം ഉണ്ടായത്, ഞാൻ ഇവിടെ തന്നെയാണ്, പിന്നെ എങ്ങനെ കൊറോണ പോസിറ്റീവ് ആകാനാന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പൊ അത് സംഭവിച്ചു, പക്ഷെ കൊറോണ പോസിറ്റീവ് ആയിരിക്കും. ഞങ്ങൾ വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം മാം, ഇത് ചിലപ്പോൾ ടെസ്റ്റിന്റെ തെറ്റായിരിക്കാം, ഒരുപാട് അങ്ങനെ വരുന്നുണ്ട്, അപ്പൊ നമുക്കിത് ഹൈഡ് ചെയ്ത് വെക്കാം എന്ന് ചോദിച്ചു. എവിടേക്കോ എന്നൊക്കെയോ ചെയ്ത ഒരു നന്മ കൊണ്ടായിരിക്കാം. അപ്പൊ എനിക്ക് തോന്നി അത് ചെയ്യുന്നത് ഞാൻ ശരിയല്ല. കാരണം എന്നെ നോക്കുന്ന ഗൈന ഡോക്ടറാണ്. ഇവരെന്നെ നോക്കി അതിനുശേഷം ചെറിയ പൈത മക്കളെ ആയിരിക്കും എടുക്കാൻ പോകുന്നുണ്ടാവുക. അപ്പൊ ഞാൻ എന്റെ ഒരു ലാഭത്തിന് വേണ്ടി, എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ അത് അവരോട് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ അത് എനിക്ക് എന്തോ ദോഷമായി പോകുമോ എന്നൊരു തോന്നലുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങൾ റിവീൽ ചെയ്യാൻ പറഞ്ഞു, റിസൾട്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ശരിക്കും നമ്മളെ ഒരു കൊറോണയുടെ ഒരു എന്താ പറയാ, ഒരു ദുരന്തമായ ഒരു അവസ്ഥ കാണുന്നത്. അതുവരെ നമ്മളോട് ചേർന്നിരുന്ന ഒരു കുടുംബം പോലെ ഒരു വാർഡിലാണ് നമ്മൾ കിടക്കുന്നത്. ഒരുപോലെ നിന്നിരുന്നവരെല്ലാം അകന്നകന്നകന്ന് ഇങ്ങനെ പോകുന്ന ഒരു ഭയങ്കര ഒരു അവസ്ഥ ഉണ്ടല്ലോ. നമ്മളോട് ചേർന്നിരുന്നവരൊക്കെ ഭീകര ജീവിയെ കാണുന്നത് പോലെ നമ്മളെ നിന്ന് വിട്ടുപോകുന്നു. നമ്മളെ അടുത്തേക്ക് നോക്കാൻ പേടിയാവുന്നവര് നമ്മളെ ചുറ്റും സാനിറ്റൈസർ കൊടുന്ന് ഒഴിക്കുന്നു. ബെഡിലും മൊത്തം നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റ് മുഴുവൻ അവർ വലിയൊരു കവറിലോട്ട് മാറ്റുന്നു. നമ്മുടെ ഡ്രസ്സൊക്കെ അഴിച്ചു മേടിക്കുന്നു. അങ്ങനെ നമുക്ക് വേറൊരു ഡ്രസ്സ്, ഒരു പ്രത്യേക ജീവികളെ കാണുന്നത് പോലെ ഭയങ്കരമായ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോവാം. അങ്ങനെ ഞങ്ങളെ എന്താണ് വാർഡിൽ നിന്ന് റൂമിലോട്ട് മാറ്റി. ഞാൻ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന സമയം മുതലേ ആവശ്യപ്പെടുന്നതാണ് എനിക്ക് റൂമിലോട്ട് പോകണം എന്നുള്ളത്. എന്റെ ഫയൽ അപ്പോഴാണ് ദൈവം സ്വീകരിച്ച് അങ്ങനെ എന്നെ റൂമിലോട്ട് മാറ്റി. ഞാനും കസിനും കൂടെ റൂമിലോട്ട് മാറി. അവിടെ പിന്നെ നമ്മള് എന്താണ്, ഞാൻ ബൈസ്റ്റാൻഡറും അവള് പേഷ്യന്റുമായി മാറി. കാരണം അവൾക്ക് ഭയങ്കര പേടിയാവാൻ തുടങ്ങി. എന്റെ കുട്ടികൾക്ക് ആരും ഉണ്ടാവില്ല, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഇല്ലാത്തതാണ്, എന്റെ കുട്ടികളെ നീ നോക്കും. ഞാൻ ചോദിച്ചു വളരെ സന്തോഷം, എനിക്ക് 3 എണ്ണം ഉണ്ടല്ലോ, കൂടെ 2 എണ്ണം കൂടി നോക്കാൻ ഞാൻ ഹാപ്പിയാണ്, ഞാൻ നോക്കിക്കോളാം. എന്റെ ലൈഫ് എവിടെ കിടക്കുന്നു എന്ന് പോലും അവള് ചിന്തിക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ അവിടെ നിന്ന് ഡോക്ടർക്ക് തോന്നി ഇത് ശരിയാവില്ല, കാരണം എന്നെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് എന്റെ അസുഖം ഇനിയും കൂടുതലാവാൻ. ഞാൻ ഇങ്ങനെ നടക്കുകയാണ്, ഭക്ഷണം മേടിക്കാൻ പോകുന്നു, ചായ മേടിക്കാൻ പോകുന്നു, അവൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു, സമയത്തിന് അവള് ഭക്ഷണം കഴിപ്പിക്കുന്നു. സിസ്റ്റർ ഇഞ്ചക്ഷൻ വെക്കാൻ വന്നാൽ ഞാൻ ഫുഡ് മേടിക്കാൻ പോയിക്കാണ് പറയും, അവളവിടെ കിടക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഡോക്ടർ വീട്ടിലോട്ട് പറഞ്ഞു വെച്ചു. ക്വാറന്റൈനിൽ ഇരുന്ന് 15 ദിവസം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ അറിയിച്ചിട്ടില്ല കേട്ടോ, കാരണം വീട്ടിൽ ഉപ്പയും ഉമ്മയൊക്കെ ഭയങ്കര ടെൻഷന്റെ ആളുകളാണ്, ഹോൾസെയിൽ ഡീലേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് അവിടെ അറിയിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും തോന്നിയത് കൊണ്ട് ഞങ്ങള് ഇങ്ങനെ സംഭവം പറഞ്ഞു. ഹോസ്പിറ്റലിൽ വന്ന അന്നൊക്കെ എവിടുന്ന് പുറത്തു വന്നാലും നമ്മൾ ക്വാറന്റൈനിൽ ഇരിക്കണല്ലോ. അതിന് ജില്ലാ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്, ക്വാറന്റൈൻ ഇരുന്നേ പറ്റൂ. നമ്മൾ 15 ദിവസം കഴിഞ്ഞിട്ട് പതുക്കെ ഉമ്മനോടൊക്കെ ചെറുതായിട്ട് പറഞ്ഞു, ചിലപ്പോ ഇത് കുറേയില്ലേ ബുദ്ധിമുട്ടണു, യൂട്രസ് എടുക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ എടുക്കും കേട്ടോ, അത് ഒരു ചെറിയ ഓപ്പറേഷൻ ആണെങ്കിൽ നമ്മൾ അത് എടുക്കും, അത് വല്ലാതെ സീരിയസ് ആയി എടുക്കണ്ട, നമ്മള് ഓപ്പറേഷന് വേണ്ടി പിറ്റേ ദിവസം പോവാം. അങ്ങനെ 15 ദിവസം കഴിഞ്ഞ് ഓപ്പറേഷന് പോകുന്നു. 3-ാം തീയതി നമ്മുടെ ഓപ്പറേഷന് വേണ്ടി 1-ാം തീയതി അഡ്മിറ്റ് ആയി. 2-ാം തീയതി ഇതേപോലെ എല്ലാ ടെസ്റ്റും ചെയ്തു. 3-ാം തീയതി രാവിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ അടിപൊളിയായി കുളിച്ച് കൺവെൻഷനൊക്കെ എഴുതി പൗഡറൊക്കെ ഇട്ട് സുന്ദരിക്കുട്ടിയായി 2 ഭാഗം മുടിയൊക്കെ കെട്ടി LKG പോകുന്നത് പോലെ നമ്മൾ ഓപ്പറേഷന് ടേബിളിൽ പോയി കിടന്ന് കുറച്ചു നേരം കഴിഞ്ഞ് ഡോക്ടർ വന്നു. അനസ്തീഷ്യ ഡോക്ടറാണല്ലോ ആദ്യം മൂപ്പര് വന്നു. നമ്മളെ ബാക്കിലൊക്കെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് 2 ബട്ടക്സിൽ നമുക്കൊരു ഇഞ്ചക്ഷൻ തന്നു. ഇനി തരാനുള്ളത് നട്ടലിനുള്ളതാ. അപ്പൊ എന്നെ ഇങ്ങനെ ചിരിച്ച് കിടത്തുന്നതിന് മുന്നേ ഡോക്ടർ ഇങ്ങനെ നോക്കി ഫയലുകളൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, എന്റെ അടുത്ത് ഇങ്ങനെ വന്ന് വളരെ എന്തൊക്കെയാ വിശേഷം എന്നൊക്കെ ചോദിച്ചു. റൈഹാന, ഞാൻ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതോട് കൂടി നീ സഡൻ ഡെത്ത് ആയിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ കിടക്കണോടത്ത് എണീറ്റിരുന്നു. എന്നിട്ട്
എന്തോ അപ്പൊ ഞാൻ പറഞ്ഞു അതെന്തേ ഡോക്ടർ അങ്ങനെ പറയണേന്ന് ചോദിച്ചു. അപ്പൊ നിനക്ക് പോസ്റ്റ് കോവിഡ് ടെസ്റ്റ് ഒരുപാട് ഹൈ ആണ്, അതുകൊണ്ട് ഈ ഇഞ്ചക്ഷൻ എടുത്താല് നിന്റെ ബ്ലഡ് അങ്ങനെ ക്ലോട്ട് ആയി പോവും, അതോടെ സഡൻ ഡെത്ത് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടർ ഇന്നലെ രാത്രി 10 മണിക്ക് ഞാൻ ഫുഡ് കഴിച്ചതാണ്, അപ്പൊ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു തുള്ളി വെള്ളമോ അല്ലെങ്കിൽ ഒരു ജ്യൂസോ, ഒരു ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ ഒരു ബിരിയാണി, ഇതൊക്കെ കഴിക്കാൻ ആർക്കാണെങ്കിലും ആഗ്രഹം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഡോണ്ട് ബി സില്ലി റൈഹാന, നീ എല്ലാ കാര്യത്തിനും എടുക്കുന്ന പോലെ ഇത് സില്ലിയാക്കി എടുക്കരുത്. ഞാൻ പറഞ്ഞു സില്ലി അല്ല, ഒരാളുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പൊ ഡോക്ടർ വീണ്ടും ഞാൻ സീരിയസ്നെസ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഗൈനക്കിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഗൈനക്കൊന്നും അവര് ഭയങ്കര അടിയായി, അവര് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വാഗ്വാദം. അപ്പൊ അവര് പറയുന്നുണ്ട്, ഒരാൾ പറയുന്നു ഈ മരുന്ന് എന്താണ് ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല, ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഡെത്ത് ആയിരിക്കും, എന്തിനാ ആ പേഷ്യന്റിനെ കൊല്ലുന്നത്. മറ്റേ ഗൈനക്ക് പറയാ ഇപ്പൊ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി ഒരാഴ്ചയിലധികം ജീവിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ബെഡിൽ നിന്ന് സ്വാഭാവികം എണീച്ച് വന്ന് അപ്പുറത്ത് പോയി റൂമിൽ പോയി, ഗവൺമെന്റ് ഹോസ്പിറ്റലായതുകൊണ്ട് നമ്മൾ അത്രത്തോളം നോക്കാൻ ആളുകളൊന്നും ഇല്ല, അപ്പുറത്ത് പോയി നമ്മുടെ സാധാരണ ഡ്രസ്സ് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഇട്ട ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇപ്പൊ കൊല്ലണോ അടുത്ത ആഴ്ച കൊല്ലണോ എന്നുള്ളത് തീരുമാനിക്കുമ്പോഴേക്കും ഞാൻ പുറത്തു പോയി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വരാം എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞു. അപ്പോഴും ഡോക്ടർ എന്നെ ഇങ്ങനെ ഗൈനക്കിന് എന്റെ ഒരു സ്വഭാവം അറിയുന്നതുകൊണ്ട് ഡോക്ടർ എന്നെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചിട്ട് റൈഹാന ഇരിക്കൂട്ടോ നമുക്ക് സെറ്റ് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ബ്രദറെ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് ചെസ്റ്റിന്റെയും ലങ്സിന്റെയും ഒക്കെ MRI എടുത്തിട്ട് വരണം, കാരണം കൊറോണ ബാധിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അവിടെയൊക്കെയാണ് എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ചോദിക്കുന്നുണ്ട് ഡോക്ടർ എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ. അപ്പൊ ഡോക്ടർ പറഞ്ഞു വെയിറ്റ് പറ്റുവാണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ഓപ്പറേഷൻ നടത്താം, എനിക്ക് അത്ര എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യണം എന്നാണല്ലോ. അപ്പൊ അപ്പോഴും അനസ്തേഷ്യ ഡോക്ടർ എന്നോട് വന്നിട്ട് പറഞ്ഞു നീ വേണമെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് പോന്നേക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു താങ്ക് യു ഡോക്ടർ എന്നൊക്കെ പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. വൈകുന്നേരം 4:30-5 മണിയോട് കൂടിയാണ് സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്ന് അറിഞ്ഞ് അങ്ങനെ വീട്ടിലെ ഹോസ്പിറ്റലിലോട്ട് തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും ഞാൻ ഡോക്ടർക്ക് ഒന്ന് വിളിച്ചു നോക്ക് പറഞ്ഞു ബ്രദറോട്. അപ്പൊ എന്താ വെച്ചപ്പോ കാരണം രാത്രി മുതൽ കഴിക്കാത്തത് കൊണ്ട് ഇത്രയും ഇഞ്ചക്ഷൻ ഒക്കെ കയറിയത് കൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ടും ഇങ്ങനെ തല കറങ്ങുന്ന ഒരു അസ്വസ്ഥതയൊക്കെ തുടങ്ങിയപ്പോ അവൻ പറഞ്ഞു ഇനി ഇന്ന് എന്തായാലും ഓപ്പറേഷൻ ഉണ്ടാവില്ല, നീ എന്തെങ്കിലും കഴിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഒരു ജ്യൂസൊക്കെ കഴിച്ച് ഹോസ്പിറ്റലിൽ വന്നു. സാധാരണ പോലെ വാർഡിൽ തന്നെ നമ്മളെ കിടത്തി. പിന്നെ പിറ്റേ ദിവസം എന്തായാലും ഓപ്പറേഷൻ ചെയ്യണം, ഇനി വൈകിക്കാൻ പറ്റില്ല പറഞ്ഞു. അവര് ഇങ്ങനെ മറ്റുള്ള ഡോക്ടേഴ്സിനോട് കൺസൾട്ട് ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ പിറ്റേ ദിവസം ഓപ്പറേഷന്. അപ്പൊ പിന്നെ രാത്രി പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി, കാരണം ഞാൻ രാത്രി ഒരാഗ്രഹം, എനിക്ക് എന്തൊക്കെയോ ഒരു ഫീല് തോന്നിയപ്പോ എനിക്ക് പറഞ്ഞു ഒരു പൊറോട്ട കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ സിസ്റ്റർ എന്നെ വഴക്ക് പറഞ്ഞു, നീ രാവിലെ മുതൽ കാര്യമായിട്ടൊന്നും കഴിക്കാത്തതാണ്, കഴിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞു. എന്തോ എന്റെ ഒരു വാശിയായിരുന്നു അത്. ഞാൻ പറഞ്ഞു അവളോട് ഇങ്ങനെ ഒരാളെ ഇങ്ങനെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവളാണെങ്കിൽ ഒരു പാവാണല്ലോ. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു നാളെ എന്നെ ഹോസ്പിറ്റലിൽ കയറ്റും, ഡോക്ടർമാര് എന്താണ് നീ ഓപ്പറേഷനിൽ തിയേറ്ററിന് പുറത്തിരിക്കും, അപ്പൊ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ കുറച്ചു നേരം കഴിയുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഡോറ് തുറക്കുന്നു, ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, സിസ്റ്റർമാർ ഓടുന്നു, നീ നോക്കുമ്പോൾ ക്ലീനിങ് സ്റ്റാഫ് മാറി നിൽക്കുന്നു, അതിന്റെ ഇടയിൽ നിന്ന് ഒരു ഡോക്ടർ വരുന്നു, എന്നിട്ട് പറയുന്നു എല്ലാം കഴിഞ്ഞു, നിങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിച്ചോ എന്ന് പറയും. അപ്പൊ നീ ആലോചിക്കും എനിക്കൊരു പൊറോട്ട തന്നില്ലല്ലോ എന്നൊക്കെ നീ ആലോചിക്കും എന്നൊക്കെ അവളോട് ഭയങ്കര രസകരമായിട്ട് പറഞ്ഞിരിക്കുമ്പോൾ അവൾ ആകെ പേടിച്ച് പെട്ടെന്ന് പൊറോട്ടയ്ക്ക് ഓർഡർ ചെയ്ത് പൊറോട്ട വരുത്തിച്ച് എനിക്ക് തന്നു. ഇനിയിപ്പോ ഞാൻ അത് കിട്ടാതെ മരിക്കണ്ട എന്നുള്ളത് കൊണ്ട് അവൾ അതൊക്കെ കൊണ്ടുവരുന്നു തന്നു. കുറച്ചു നേരം കഴിഞ്ഞ് നമ്മളെ വയറിന് ഒരു 11 മണി 12 മണിയായപ്പോ ഭയങ്കര പെയിന് തുടങ്ങി. അങ്ങനെ ലേബർ റൂമിലോട്ട് മാറ്റി. വേദന കാരണം അവിടെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ലേബറാണ്. അങ്ങനെ ഒബ്സർവേഷനിലായിരുന്നു. പിറ്റേ ദിവസം ഭയങ്കര ഈ വേദനയ്ക്കുള്ള ഇഞ്ചക്ഷനൊക്കെ ഇട്ടിട്ട് തലേ ദിവസം LKG കുട്ടി ആദ്യത്തെ ദിവസം സ്കൂളിൽ പോയ കുട്ടീന്റെ സന്തോഷത്തിനൊന്നുമല്ലല്ലോ രണ്ടാമത്തെ ദിവസം കുട്ടികളെ പോവാ. ഇതുപോലെ തന്നെ ഭയങ്കര സങ്കടത്തിലാണ് കയറിപ്പോയി. അകത്ത് പോയതും ഞാൻ ഭയങ്കര ഇഞ്ചക്ഷന്റെ ഹാങ്ങിലാണ്, ഹാങ് ഓവറിൽ അങ്ങനെ ഓപ്പറേഷന് കിടത്തി. കുറെ സമയം കഴിഞ്ഞിട്ടാണ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എനിക്ക് അവർ ചോദിച്ചു ഫുള്ള് മയക്കട്ടെ റൈഹാന, നീ ഭയങ്കര ടയേർഡാണല്ലോ. ഞാൻ പറഞ്ഞു ഡോക്ടർ അത് വേണ്ട, ഒരാളുടെ ലൈഫിൽ അവർക്ക് ഗർഭപാത്രം കാണാൻ പറ്റുക എന്നുള്ളത് വലിയ സംഭവമാണ്. അപ്പൊ എന്റെ ഗർഭപാത്രം എനിക്ക് തന്നെ കാണാൻ പറ്റുന്നത് വലിയൊരു സംഭവം അല്ലേ, അതൊന്നും എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്, കുറെ എന്നെ ബുദ്ധിമുട്ടിക്കണം, ആ സാധനത്തിന് നീ കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ ഓക്കെ എന്നുള്ള രീതിയിൽ നിനക്കത് കാണാം എന്നുള്ള രീതിയിൽ നമ്മളെ ഒന്നിങ്ങനെ നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റും. താഴേക്ക് ഇങ്ങനെ മാത്രം ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞപ്പോ അനസ്തീഷ്യ ഡോക്ടർ കൂടെ നിൽക്കുന്നുണ്ട്. ആളുടെ സ്വഭാവമൊക്കെ മാറാൻ തുടങ്ങി. തുന്നി കെട്ടിക്കോ, ഇനി അങ്ങോട്ടാണ്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഇവര് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇവർ ആകെ കൂടി ഭയങ്കര വെപ്രാളോ ഹോസ്പിറ്റൽ ഈ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത്. കുറെ നേരം കഴിഞ്ഞ് എനിക്ക് ആകെ കൂടി ഒരു അസ്വസ്ഥതയൊക്കെ തുടങ്ങി. അപ്പൊ ഡോക്ടർ ഇങ്ങനെ ചോദിക്കണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചുകൊണ്ടേ ഇരിക്കില്ല. അപ്പൊ ആദ്യമൊക്കെ ഞാൻ നല്ല കുട്ടിയായിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പിന്നെ ആലോചിച്ച് ഇവരിങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ, പിന്നെ ബുദ്ധിമുട്ട് പറയുന്നതിന് കുഴപ്പമില്ല പറഞ്ഞു. എനിക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചെസ്റ്റ് പെയിൻ എവിടെ നീ കൈ കൊണ്ടൊന്ന് കാണിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക്
അവരാദ്യം ഇടതു ഭാഗത്താ തൊട്ട്, ഇങ്ങനെ വലതു ഭാഗത്താ തൊട്ടെ. അപ്പൊ അല്ല ഇപ്പുറത്താണ്, നീ ഒന്ന് തൊട്ട് കാണിക്കുന്നു പറഞ്ഞു. പക്ഷെ എന്റെ കൈയൊന്നും ഇളകുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കൈ ഇളകുന്നില്ല സാറേ, എനിക്ക് പറ്റുന്നില്ല, കൈ പൊക്കാൻ പറ്റുന്നില്ല. അല്ല കയ്യിന് കുഴപ്പമില്ല, നീ കൈ പൊക്കിക്കോ പറഞ്ഞു. പക്ഷെ എനിക്ക് കൈ പൊക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്റെ തൊണ്ടയുടെ ഇവിടെയൊക്കെ ഭയങ്കര വേദന തുടങ്ങി, അസ്വസ്ഥതകളും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ തുടങ്ങി. അങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോ എന്നെ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടർ അതുവരെ എപ്പോഴും നല്ല സ്മൈലിംഗ് പേഴ്സണാലിറ്റിയാണ്. ആളുടെ മുഖത്തൊക്കെ ഭാവം മാറി, ആളങ്ങനെ സിസ്റ്റർ മേലേക്ക് മറിയുന്ന പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതാണ് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ണു തുറക്കുന്നത്. അപ്പോഴേക്കും അതിന്റെ ഇടയിൽ കുറെ സംഭവങ്ങൾ ഇതേപോലെ ഞാൻ കഥയിൽ പറഞ്ഞതുപോലെ അവള് നോക്കുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഡോറ് തുറക്കുന്നു, ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, ബ്ലഡ് കൊണ്ട് വരുന്നു. അതിനിടയിൽ ഡോക്ടർ ഇതേപോലെ വന്നു പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ അറിയിക്കേണ്ടവരെ അറിയിച്ചോളാൻ വേണ്ടിയിട്ട് അനസ്തേഷ്യ ഡോക്ടർ വന്ന് പറഞ്ഞു. അതിന്റെ പിന്നാലെ ഗൈനക്കും വന്നു, സോറി എന്ന് പറഞ്ഞു ഡോക്ടർ പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇതൊക്കെ പിന്നീട് എന്നോട് അതൊക്കെ കഴിഞ്ഞിട്ട് പറയുന്ന സംഭവങ്ങളാണ്. നമ്മളിതൊന്നും അറിയുന്നില്ലല്ലോ, നമ്മള് ഭയങ്കര അടിപൊളിയായിട്ട് കിടക്കല്ലേ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബ്രദർ, പുറത്ത് നിൽക്കുന്ന ബ്രദർ ഭയങ്കരമായിട്ട് ഷൗട്ട് കരയേ, അവന് അങ്ങനെയാണല്ലോ, അവർക്ക് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ല. അപ്പൊ ഡോക്ടർ ഗൈനക്കോട് പറഞ്ഞു കുറച്ച് സീരിയസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ ആരോടാ പറഞ്ഞത്? അപ്പൊ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവളെവിടെ എന്നൊക്കെ ചോദിച്ചു. അവര് ഭയങ്കര, അവൻ വിറച്ച് ഇങ്ങനെ പേടിച്ചൊക്കെ വിറക്കിയേ, കരയെ, എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണ്ടെന്ന് അറിയാതെ. അങ്ങനെ സത്യത്തില് ബ്ലഡ് നമുക്ക് ക്ലോട്ട് ആവും എന്നുള്ളത് കൊണ്ട് ഇവര് ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ അടിച്ചിട്ടാണ് ഓപ്പറേഷൻ തുടങ്ങി. ഇത് ഓപ്പറേഷൻ തുടങ്ങിയോട് കൂടി ഓവർ ബ്ലീഡിങ് ആയിപ്പോയി. അങ്ങനെ ബ്ലീഡിങ് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അതാണ് സംഭവം ഉണ്ടായത്. നമ്മൾ ബ്ലഡ് കിട്ടി, അതിങ്ങനെ ബ്ലഡ് ബാങ്കിൽ നിന്ന് കൊണ്ടുവന്ന് ഇത് കയറ്റുമ്പോഴേക്ക് സമയം എടുക്കുമല്ലോ. ബ്ലഡ് കയറുന്നതിനൊരു സമയമുണ്ട്, പക്ഷെ പോകുന്നതിനേക്കാളും ഫാസ്റ്റ് ആയപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ അവർക്ക് പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ 0 ലെവലിലോട്ട് പോയി, പിന്നെ വെന്റിലേറ്ററിലോട്ട് മാറ്റിയാണ് ഉണ്ടായത്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ പിന്നെയും തിരിച്ചു വരാനാണല്ലോ നമ്മുടെ വിധി, നമ്മൾ തിരിച്ചു വന്നേ പറ്റുള്ളൂ. നമ്മള് പിന്നെ വീണ്ടും തിരിച്ച് ജീവിതത്തിലേക്ക് വന്നതോടുകൂടി എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു, അങ്ങനെയൊന്നും നീ പോവില്ല, കുറെ അനുഭവിക്കാണ്ട് ഇവിടെ, അത്ര സുഖമായിട്ട് പോകാൻ പറ്റുമെന്ന് നീ വിചാരിക്കണ്ട. അങ്ങനെ പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞു, നിനക്ക് ദൈവത്തിന് നിന്നെ വേണ്ടേ, അവിടെ പോയപ്പോ അവിടെ പോലും നിനക്ക് സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞ എന്റെ ഫ്രണ്ട്സ് ഒരുപാട് സന്തോഷം, മോട്ടിവേറ്റഡ് ആക്കിയിട്ടുള്ള രീതിയിലുള്ള, ഇതുപോലെ എനിക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ. അപ്പൊ ആ രീതിയിലൊക്കെ അവര് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി 15 ദിവസത്തോളം കഴിഞ്ഞ് ബയോപ്സിന്റെ റിസൾട്ട് വരുമ്പോഴാണ് എല്ലാവരും പറഞ്ഞത് ഇതോടുകൂടി തീർന്നു, അനുഭവിക്കാൻ പറ്റുന്നതൊക്കെ നീ അനുഭവിച്ചല്ലോ, മരിക്കുക അതും കഴിഞ്ഞു, നീ എന്താ, ഇനിയൊക്കെ കഴിഞ്ഞു കേട്ടോ, നീ സന്തോഷമായിട്ടിരുന്നു, ഇനി ബുദ്ധിമുട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മുടെ റിസൾട്ട് വരണേ. ഇതില് കുറച്ച് പ്രശ്നമുണ്ട്. നമ്മുടെ കൗണ്ട് ഇങ്ങനെ ഒരു 0ന്റെ താഴെ നിൽക്കേണ്ട കൗണ്ട് 54,000 ഒക്കെ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞ 5,000 ആയിരുന്നു. 2,000 എത്തിയപ്പോൾ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്തു. പിന്നെ താഴോട്ട് പോകുന്നില്ല, മുകളിലോട്ട് ഇങ്ങനെ കയറാൻ തുടങ്ങി. 10, 12 ഒക്കെ അങ്ങനെ കയറാൻ തുടങ്ങി. 2,100, 2,120 അങ്ങനെ കയറാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർക്ക് വീണ്ടും കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ ഡോക്ടർ പിന്നെ ഓങ്കോളജിയിലേക്ക് റെഫർ ചെയ്തു. അപ്പൊ അതുവരെ അതാവരുതേ എന്ന് പ്രാർത്ഥിച്ചിരുന്നായിരുന്നു വീട്ടുകാരൊക്കെ. എന്റെ ഉള്ളിൽ എങ്ങനെയോ അതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ എന്താ, നമ്മൾ അത്രയും ആലോചിച്ചിട്ടുള്ളൂ. പക്ഷെ അതാവാൻ സാധ്യത ഉണ്ട് എന്ന് വീട്ടുകാരോട് അത്ര ഗൗരവത്തിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ എങ്കിലും ഈ റിസൾട്ട് ഒക്കെ ഇങ്ങനെ ഡോക്ടർ എന്തിനാ വിളിച്ചു ചോദിക്കുന്നേ എന്നൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് ഡോക്ടർ സ്വാഭാവികമാണല്ലോ, ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് ചോദിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അവസാനമാണ് ഓങ്കോളജിയിലേക്ക് മാറ്റിയത് കണ്ടപ്പോൾ ശരിക്കും വീട്ടുകാർ, ഉപ്പയും ഉമ്മയൊക്കെ വല്ലാതെ ഡള്ളായി പോയി. വീട്ടുകാർ പിന്നെ 2 ബ്രദേഴ്സാണ് എനിക്കുള്ളത്. അപ്പൊ അവര് പറഞ്ഞു, ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു, നിന്റെ അനാസ്ഥ കൊണ്ടാണ് ആ കൊറോണ വന്നതും ഒക്കെ, നീ അവിടെ പോവാതെ വലിയ ഹോസ്പിറ്റൽ അന്നേ പോയിരുന്നെങ്കിൽ അങ്ങനെ ഇങ്ങനെ. സ്വാഭാവികമായിട്ടും അവരൊക്കെ അവരുടെ ഒരു സ്നേഹം കൊണ്ട് അങ്ങനെയൊക്കെ പറയുമല്ലോ. അത് കഴിഞ്ഞ് അവരങ്ങനെ MBR അതുപോലെ നമുക്ക് മിംസിൽ മതി എന്നുള്ള രീതിക്ക് മിംസിലോട്ട് ട്രീറ്റ്മെന്റ് മാറ്റി അവിടെ പോയി ഇത് സ്റ്റാർട്ട് ചെയ്തു, കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ഒരു 12 കീമോ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് പോയി. ലൈഫിൽ ഏറ്റവും സന്തോഷിച്ചിരുന്ന കുറെ ദിവസങ്ങൾ അന്ന് തന്നെയായിരുന്നു. കാരണം അതിനെ ഏറ്റവും നല്ല രീതിയിൽ എടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കസിൻ ഉണ്ടായിരുന്നു, അതുപോലെ അനിയന്റെ വൈഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ സന്തോഷമായിട്ട് ആ ദിവസങ്ങൾ കടന്നുപോയി. അത് കഴിഞ്ഞ് ഒരു 12 കീമോ കഴിഞ്ഞ് സ്വാഭാവികം 0-ൽ എത്തേണ്ട കൗണ്ട് 100-ൽ എത്തിയപ്പോൾ വീണ്ടും അവിടെ സ്റ്റക്കായി, വീണ്ടും കൂടാൻ തുടങ്ങി. അപ്പൊ ഡോക്ടർ ഇതേപോലെ പഴയതുപോലൊക്കെ ആവർത്തിക്കാൻ തുടങ്ങി. ഭയങ്കര പ്രശ്നമാണ്, ഇങ്ങനെ മുന്നോട്ട് പോയ ഭയങ്കര പ്രയാസമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രീറ്റ്മെന്റ് ഒഴിവാക്കി വീട്ടിൽ പോവാം, കാരണം കുട്ടികളെ കൂടെ കുറച്ച് ദിവസം ഇരിക്കുകയാണെങ്കിൽ ഇരുന്നോട്ടെ എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മള് അത് പറ്റില്ല,
ഇരിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നിട്ട് എന്തെങ്കിലും സംഭവിക്കുള്ളൂ എന്നുള്ള രീതിയിൽ അന്ന് വാശി പിടിച്ചു. അങ്ങനെ വീണ്ടും ഒരു 15 കീമോ കൂടി വീണ്ടും എടുത്തു. അത് ഒരുപാട് എങ്ങനെയാ അതൊന്നും ഒരു നിമിഷം കൊണ്ടോ ഒരു 10-12 മിനിറ്റും കൊണ്ടോ വിവരിക്കേണ്ട ഒരു കേസ് ആയിരുന്നില്ല. അങ്ങനെ ആ ഒരു സമയങ്ങളും കടന്നുപോയി ലൈഫില്. തിരിച്ച് നമ്മൾ ഒരു ഒക്ടോബർ നവംബറോട് കൂടി തിരിച്ച് ലൈഫിലോട്ട് എല്ലാം അസുഖം മാറി എന്നുള്ള രീതിയിൽ തിരിച്ചു വന്നു. ഇതൊക്കെയാണ് എന്റെ ലൈഫിൽ കുറച്ചു കാലത്ത് കൊണ്ട് സംഭവിച്ച കുറെ കഥകൾ. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ഒരുപാട് പറയുകയാണെങ്കിൽ കീമോന്റെ കുറെ സൈഡ് എഫക്ട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. പക്ഷെ ലൈഫിൽ എല്ലാവർക്കും ഉണ്ടാവും പ്രതിസന്ധി. അതിനെ ഇങ്ങനെ ഒരു സന്തോഷമായിട്ട് എടുക്കാനോ അല്ലെങ്കിൽ ഒരു വല്ലാതെ പ്രയാസങ്ങളിൽ ഇല്ലാതെ എടുക്കാനോ ശ്രമിക്കുക. ഒരു സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഡള്ളായി കിടക്കുന്ന ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, എന്റെ ചുറ്റുഭാഗത്തുള്ള കുറെ വീടുകളിലെ ആളുകൾ മരിച്ചത് മുഴുവൻ ഈ ക്യാൻസർ വന്ന കുറെ പേഷ്യൻസിന് മരിച്ചവരെ മാത്രമേ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോ ഈ ആരെങ്കിലും ഒരാൾ ജീവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് അറിയുകയാണെങ്കിൽ ആ സമയത്ത് എനിക്ക് ഒരുപാട് ഒരു മോട്ടിവേഷൻ ആവുമായിരുന്നു. അതൊരു ഇൻസ്പിറേഷൻ ആണ് എന്റെ ലൈഫിന്. അങ്ങനെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് ഞാൻ ആ സമയത്ത് ഇങ്ങനെ ചിന്തിച്ചു. നമ്മൾക്ക് ആ ഒരു ഓരോ ഘട്ടം വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പൊ ഞാൻ അന്ന് ചിന്തിച്ച ഒരു കാര്യമാണ്, ഇനി ഞാൻ മുന്നോട്ട് വരികയാണെങ്കിൽ ഒരു ഉറപ്പില്ലാത്തൊരവസ്ഥയാണ്. ഞാൻ സമയത്തിന്റെ കുറവ് കൊണ്ടാണ് അവിടെ കൂടുതൽ പറയാതിരുന്നത്. ഒരുപാട് ആ ഒരു ഘട്ടങ്ങൾ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയം കടന്ന് മുന്നോട്ട് ഞാൻ പോസിറ്റീവായിട്ട് തിരിച്ചു വരികയാണെങ്കിൽ എന്റെ ലൈഫ് കൊണ്ട് ആർക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആവട്ടെ എന്ന് ഞാൻ അന്ന് ചിന്തിച്ചതാണ്. അത് ഞാൻ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്യാൻസർ പേഷ്യന്റിന് ഒരുപാട് പേഷ്യൻസ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. എന്റെ സ്റ്റോറി അല്ലാതെ തന്നെ അവർക്കൊരു ജീവിക്കാൻ ഒരു ഉന്മേഷം നൽകാൻ എന്നെ കൊണ്ട് ഒരു വാക്കുകൊണ്ട് കഴിയുകയാണെങ്കിൽ അത് അത്രയും നല്ലത് എന്ന് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നു. ആർക്കെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ദൈവം തരാതിരിക്കട്ടെ. കാരണം കീമോ എന്ന് പറയുന്നത് വളരെ ചിരിച്ചെടുക്കാവുന്നതാണെങ്കിലും അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുന്നതാണ്. ആഫ്റ്റർ കീമോ ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. അപ്പോ അത് എന്ത് വന്നാലും അത് വന്നു, അക്സെപ്റ്റ് ചെയ്യാം. അത് സംഭവിച്ചു. ഇന്നത്തെ ഒരു കാര്യത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നെക്സ്റ്റ് നാളെ എന്ത് ചെയ്യണം എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ മാത്രമേ നമ്മുടെ ലൈഫിനെ നമുക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ, നല്ലൊരു കഥ താങ്ക് യു റെയ്ഹാന മാം. സത്യം പറഞ്ഞ സമയം പോയത് അറിഞ്ഞതേ ഇല്ല. നമ്മൾ കേട്ടിരുന്നു പോവല്ലേ, എത്ര സിമ്പിൾ ആയിട്ടാ മാമിന്റെ സ്റ്റോറി പറഞ്ഞത്. ഓക്കെ, അപ്പൊ മിനി മെമ്പേഴ്സിന് ഫീഡ്ബാക്ക് പറയാനുള്ള സമയമാണ്. നിങ്ങൾക്ക് പറയാം. റസാഖ് സർ. ഞാൻ പറഞ്ഞെന്താ പറയാ, എനിക്ക് തോന്നുന്നു ബിമാജിക്കിൽ വന്നിട്ട് 5 വർഷത്തോളമായി. ഈ ബിമാജിക്കിന് സമയം പോരാ എന്ന് തോന്നിയിട്ട് ഇന്നാണ്. ഒരു വല്ലാത്ത കഥ പറച്ചിലായി പോയി. എന്റെ അടിയിൽ വിറ്റ് കോമഡികളാണ് പറഞ്ഞത്. അവരുടെ ജീവിതത്തിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവര് കോമഡിയാണ്, ചിരിച്ചു പോയി ചില സംഭവങ്ങൾ പറയുമ്പോ. ഞാനിതാ ഹോസ്പിറ്റലിലേക്ക് വരുന്നു, പിന്നെ ഡോക്ടർമാർ ഓടി വരുന്നു, മരിച്ചു എന്ന് പറയുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് പൊറോട്ട വേണമെന്നൊക്കെ പറഞ്ഞു. എന്താ ചെയ്യുക? കഴിഞ്ഞ കൊറോണ കാലത്ത് 308 പേരെ നേരിൽ കണ്ട് അവർക്ക് കൗൺസിലിംഗ് കൊടുത്ത ആളാണ് ഞാൻ കേട്ടോ. ഒരു പേടിയില്ല ഈ സംഭവത്തിലൊന്നും. കാരണം നമുക്ക് സംഭവിക്കാനുള്ള എന്തായാലും നമുക്ക് സംഭവിക്കും. അതിന് വേറുള്ളവർ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുപോലെ തന്നെ ഏതൊരു സിറ്റുവേഷനെയും കൈകാര്യം ഇപ്പൊ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ബ്ലഡിന് കുറവൊന്നുമില്ല. മുഖം കണ്ടല്ലോ, എന്റെ ബ്ലഡ് ഉള്ള മുഖമാണ്. അല്ലേ? എന്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു റസാഖ് സർ. സിന്ധു മാം. ഹായ് രഹന മാം, മാജിക് മോർണിംഗ്. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ അനുഭവം പറഞ്ഞ. കാരണം ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കൂടെ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നതെന്ന് വേണം പറയാന്. എന്തായാലും ആ ഒരു മൈൻഡിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഇത് നല്ലൊരു ഇൻസ്പയർ ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് എന്താ പറയാ, ഞങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ കടന്നുപോയ ഒരാൾ തന്നെയാണ്. ഞാനല്ല, എന്റെ അമ്മയ്ക്കായിരുന്നു 2002. അമ്മ അതിനൊക്കെ റിക്കവർ ആയിട്ട് ഇന്നും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട്. അമ്മയ്ക്ക് യൂട്രസിന്റെ പുറത്തായിരുന്നു ക്യാൻസർ വന്നത്. അത് റിമൂവ് ചെയ്യണം എന്ന് വരെ പറഞ്ഞതായിരുന്നു. പക്ഷെ അതും റേഡിയേഷൻ ഒരു 10-22 റേഡിയേഷൻ ഒക്കെ കൊടുത്തതിന് ശേഷം ആണ് അമ്മയ്ക്ക്
ഇപ്പോഴും അതിന്റെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടാവാറുണ്ട് ഇടയ്ക്കൊക്കെ. എന്നാലും കംപ്ലീറ്റ് ആണ്ട് വിട്ടുപോയി എന്നാണ് പറയാ. ഒരു അമ്മയ്ക്ക് പേടിയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുമ്പോ പറയും ഇങ്ങനെ, ചിലപ്പോ ഇങ്ങനെ ഒരു അതും യൂട്രസിന്റെ ഭാഗത്തായതുകൊണ്ട് അവിടെയൊക്കെ വന്നു കഴിഞ്ഞാലത്തെ അവസ്ഥ പറയാൻ പറ്റും. ഒരു മനുഷ്യന്മാർക്ക് കാണാൻ പറ്റുമോ, നമുക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. വല്ലാത്തൊരു സിറ്റുവേഷനാണ് അതൊക്കെ. അതൊക്കെ തരണം ചെയ്ത് പോകുന്ന തന്നെ ഞങ്ങളൊക്കെ. ഓക്കെ മാം, എന്തായാലും നല്ലൊരു അനുഭവമാണ് ഇവിടെ ഷെയർ ചെയ്ത്. മാമിന്റെ ആ പോസിറ്റീവ് മൈൻഡിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു. ഇനി ഒരുപാട് കൊല്ലങ്ങള് ആയുസ്സോടെ ആരോഗ്യത്തോടെ ഇരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു, താങ്ക് യു. താങ്ക് യു സിന്ധു മാം. സൗമ്യ മാം. Yes, thank you, ma'am. Good morning, Rehana, and good morning, B Magic. എനിക്ക് ജസ്റ്റ് ഒന്ന് കേറി സപ്പോർട്ട് ചെയ്തിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ജോയിൻ ചെയ്തത്. പക്ഷെ ഇത്രയും വലിയ ഒരു തീയിനെ എങ്ങനെ മുഴുവനായി കൊള്ളാതെ പോവാം എന്നുള്ളതിലാണ് കണ്ടിന്യൂ ചെയ്തത്. അപ്പൊ വിചാരിച്ചു ഫീഡ്ബാക്ക് പറയാതെ പോയി കഴിഞ്ഞാൽ റെയ്ഹാനോട് ചെയ്യണ വലിയ തെറ്റായിരിക്കും തോന്നി. കാരണം റെയ്ഹാനയ്ക്ക് വന്നൊരു ചാൻസ് ബി മാജിക്കിലേക്ക് എനിക്കൊരു സെഷന് അവസരം ഉണ്ടാക്കി തന്നത്. അപ്പൊ ഈ ഒരു അവസരത്തിൽ റെയ്ഹാനയോട് താങ്ക് യു കൂടെ പറയാണ്. എനിക്ക് സന്തോഷിക്കേറെ അഭിമാനിക്കാം. കാരണം ഇത്രയും ഒരു എന്താ പറയുക, ഒരു തീയിന് ചൂട് കൊടുക്കാൻ എനിക്ക് പറ്റി എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ ZDWS ഒരുമിച്ചായിരുന്നു. അപ്പൊ റെയ്ഹാന എപ്പോഴും പറയുന്ന കാര്യമാണ് എനിക്ക് തണുക്കുന്നു എന്ന്. അപ്പൊ എന്റെ കൈയാണെങ്കിൽ, എന്റെ ബോഡി ആണെങ്കിൽ ഭയങ്കര ചൂടാ. അപ്പൊ എന്റെ അടുത്തേക്കാ വരിക, നീ എന്നെ പിടിക്കില്ലെങ്കിൽ ചൂടുതാന്ന്. അപ്പൊ റെയ്ഹാന എല്ലാവർക്കും പറയാൻ എളുപ്പമാണ് അല്ലെ, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. പക്ഷെ ജീവിച്ച് കാണിക്കുക എന്ന് പറഞ്ഞത് അതൊരു നിസ്സാരമല്ല. അപ്പൊ റെയ്ഹാന, ഗ്രേറ്റ്, ബിഗ് സല്യൂട്ട്. താങ്ക് യു. താങ്ക് യു സൗമ്യ മാം. ദിവ്യ മാം. ഹലോ, മാജിക് മോർണിംഗ് മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്താ പറയാ, സ്റ്റോറിന്ന് വേണം പറയാനായിട്ട്. ഒരുപാട് വിഷമകരമായ ഒരു സമയത്തിലൂടെ പോയിരുന്നപ്പോഴും വളരെയധികം ലാഘവത്തോടു കൂടി പറയാൻ കഴിയാന്ന് പറയുന്നത് അത് എന്താ പറയാ, ജീവിച്ചു തീർത്ത ഒരു കാര്യത്തിന് ഇത്രയും ലാഘവത്തോടു കൂടി പറയാന്ന് പറഞ്ഞ, സത്യം പറഞ്ഞ മാമിന്റെ ഉമ്മയും ഉപ്പയും ഒക്കെ വളരെയധികം ഭാഗ്യം ചെയ്തവളാണ്. കാരണം ഇത്രയും വിഷമകരമായ കാലഘട്ടത്തിലൂടെ പോയപ്പോഴും അതിനൊക്കെ എങ്ങനെ തരണം ചെയ്യാമെന്ന് മനസ്സിലാക്കി അത് മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ടാണ് ഒരുപക്ഷെ ഇത്രയും നല്ലൊരു എന്താ പറയാ, തരണം ചെയ്ത് കൊണ്ടുപോയത് കൊണ്ടാണ് ഇതുപോലെ ഒന്ന് എത്തിയത്, ഇത്രയും നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിയതെന്ന് വേണം പറയാൻ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞ ഇതൊരു വലിയൊരു മോട്ടിവേഷനാണ്. ഇത്രയും ദിവസം എനിക്ക് തോന്നുന്നു ഞാൻ ഡിസംബറിലാണ് വന്നത്. ഒരു 6 മന്തിന് ശേഷം ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷെ ഇത് തന്നെ ആയിരിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ദിവ്യ മാം. ഷാമിനി മാം. ഗുഡ് മോർണിംഗ് റെഹാന മാം. സ്വന്തമായിട്ട് ശരിക്കും മൈ സ്റ്റോറിയിൽ എപ്പോഴും ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ എല്ലാവരും പേടിക്കുന്ന ഒന്നാണ്. അപ്പോ മെന്റലി എല്ലാവരും ഡൗൺ ആയി പോവും. മേ ബി നിങ്ങളുടെ ഉള്ളില് അതുണ്ടായിട്ടുണ്ടാവും. പക്ഷെ ചുറ്റിലുള്ളവരെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങളൊരു പവർഫുൾ ആക്കി നിൽക്കാൻ, ഒരു കൂളായിട്ട് മറ്റുള്ളവരെ കൂടെ അതിലേക്ക് വലിച്ചു വേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം എന്ന് തോന്നണം. എന്തുകൊണ്ടോ നിങ്ങളുടെ ഒരു നല്ല മനസ്സ്, പക്ഷെ അതിനെല്ലാം ഇന്ന് അതിജീവിച്ചുകൊണ്ട് അതൊരു സ്റ്റോറിയായി പറയാൻ നിങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളെടുത്ത എഫേർട്ടും നിങ്ങളുടെ ഉള്ളിലുള്ള നന്മയും ഒക്കെ തന്നെയാണ്. ദൈവം ഇനിയും ഒരുപാട് ഒരുപാട് പൂർണ്ണ ആരോഗ്യത്തോടെ ഒരുപാട് കാലം ജീവിക്കാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സാധിക്കട്ടെ മാം, ഒത്തിരി പേർക്ക് മോട്ടിവേറ്റ് ആവാൻ ഇനിയും നിങ്ങളെ കൊണ്ട് സാധിക്കട്ടെ. താങ്ക് യു മാം. താങ്ക് യു ഷാമിനി മാം. പ്രീത മാം. ഹലോ, ഗുഡ് മോർണിംഗ് റെഹാന മാം. യു ആർ അങ്ങനെ തന്നെ പറയണം. കാരണം എല്ലാം നല്ല സിമ്പിൾ ആയിട്ട് നല്ല പോസിറ്റീവ് മൈൻഡ് ആണെന്ന് അങ്ങനെ പറയാം. പക്ഷെ മാമിന്റെ ആ ഒരു ധൈര്യം, അതിനെ ശരിക്കും അപ്രിഷിയേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ. ഇപ്പൊ നമ്മുടെ ഇന്നസെൻസ് സാറിനെയൊക്കെ പറയുന്നുണ്ടല്ലോ,
ക്യാൻസർ വാർഡിലെ ചിരി. ആ ഒരു ലാഘവത്തോടാണ് മാം എല്ലാ കാര്യങ്ങളും. മാമിന് ഫസ്റ്റ് ആ ബ്ലഡ് കുറവാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് അങ്ങോട്ടെല്ലാം സില്ലിയാക്കി വിട്ടു. ഒക്കെ ഒരു തമാശ രൂപേണ അങ്ങനെ വിട്ട് ലാസ്റ്റ് മാമിന് അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു ഗ്രേറ്റ് ഒന്നും പറയാനില്ല. ഇതേപോലെ തന്നെ ഞങ്ങളുടെ ഈ വീടിന്റെ അടുത്ത് ഇതേപോലെ സുനിത പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. എന്റെ ഒക്കെ ഏജ് തന്നെയാണ്, ഏകദേശം ഒരു 10-40 വയസ്സൊക്കെ ആയിരിക്കണം. ആൾക്കും അതെ ഇപ്പൊ കഴിഞ്ഞ വർഷമാണ് ഇത് ചെയ്ത്. അത് തിരുവനന്തപുരം പോയിട്ട് അത്രയും ക്രിറ്റിക്കലായിരുന്നു. അത്രയും ക്രിറ്റിക്കൽ പറഞ്ഞ് അങ്ങനെ നമ്മൾ ഈ ഭാഗത്തു നിന്നൊക്കെ ക്യാഷ് ഇങ്ങനെ പിരിവെടുത്തിട്ടൊക്കെ കൊടുത്തിട്ടില്ല. അത്രയും നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെയായിരുന്നു നാട്ടിലൊക്കെ ഇതുണ്ടായിരുന്നു. പക്ഷെ ആളത് റിക്കവർ ചെയ്ത് വന്നതിന് ശേഷം ഞങ്ങളെ കണ്ടിട്ടുള്ള ആ ഒരു കാര്യം ഇപ്പോഴും ആ കുട്ടി എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇതേപോലെ തന്നെ മാമിനെ പോലെ തന്നെ ഇങ്ങനെ ഓരോ ഭാഗത്തും പോയിട്ട് ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളോട് എന്തിനാ നിങ്ങൾ പേടിക്കുന്ന, ഒരു പേടിയില്ല, ഞാൻ ഇത്രയും അനുഭവിച്ചു വന്ന ആളാണ്, നിങ്ങൾ അവിടെ പൊക്കോ, അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേടി നിങ്ങളുടെ മനസ്സിൽ വേണ്ട, അവിടെ നിങ്ങൾ ഏതായാലും വന്നുപോയി, ഇനി നിങ്ങൾ അത് ധൈര്യത്തോടു കൂടെ നേരിടുക. ധൈര്യം കൈവിട്ടാ പോയി, പക്ഷെ ആ ധൈര്യത്തോടു കൂടെ നേരിടാൻ നിങ്ങൾ തയ്യാറാവണം പറഞ്ഞിട്ട് അത്രയും മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു കുട്ടിയാണ് അത്. അതേപോലെയാണ് എനിക്ക് മാമിനെ തോന്നിയത്. മാമിന്റെ ഈ ഒരു മനസ്സ്, അതായത് മാം ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ള ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ എന്നുള്ള തരത്തിൽ കൊടുക്കാനുള്ള ആ ഒരു മനസ്സുണ്ടല്ലോ, വളരെയധികം ആ ഒരു ദൈവാനുഗ്രഹം മാമിന്റെ ഒപ്പം എപ്പോഴും ഉണ്ടായിരിക്കും മാം. താങ്ക് യു സോ മച്ച്. നല്ലൊരു മോട്ടിവേഷൻ അങ്ങനെ വേണം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു പ്രീത മാം. അപ്പൊ നമ്മുടെ മുഫീദ ഒരു കാര്യം പറയട്ടെ, അതിനിടയ്ക്ക് ഒന്നും കൂടി നമുക്കൊരു എന്താ പറയാ ഒരു കോമഡി തോന്നിയത്, ആ പൊറാട്ട തിന്നണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചിത്രം അവരെ മനസ്സിൽ കൊടുക്കേണ്ടിയിരുന്നില്ല. പൊറാട്ട തിന്നാനുള്ള ആഗ്രഹത്തുമ്മില് ലാസ്റ്റ് അത് സംഭവിച്ചില്ലേ. അപ്പൊ അങ്ങനെ ഒരു ചിത്രം കൊടുക്കേണ്ടിയിരുന്നില്ല പറയാ. നമ്മളത് ഉണ്ടാവും വിചാരിച്ചിട്ട് കൊടുക്കുന്നതല്ലോ, ഒരു ഇങ്ങനെ പാവായ തോണ്ടാൻ നമുക്ക് ഇഷ്ടാണല്ലോ. വികൃതി ശരിക്കും യാഥാർത്ഥ്യമായില്ലേ. യാഥാർത്ഥ്യമായി. ചില വാക്കുകൾ അങ്ങനെയാണല്ലോ, നമ്മൾ വിചാരിക്കുന്നത് പോലെ അതാണ് ചില വാക്കുകൾ നമ്മള് മനസ്സിൽ കാണുന്ന ചിലത് സംഭവിക്കുന്നുള്ളതാണ് അവിടെ വന്നുള്ളത്. സത്യമായി. ഓക്കെ മാം. ഓക്കെ ലാബ് ടെക്നീഷ്യൻ അല്ലേ? അതെ, സൗദിയിലായിരുന്നു ഞങ്ങള്, അവിടെ ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ഫാമിലി ഡോക്ടർമാരുണ്ടോ? ഇപ്പൊ മോള് MBBS ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞു, പാസ്സായി, ഇപ്പൊ ഹൗസ് സർജൻസി ചെയ്തോണ്ടിരിക്കുന്നു. വെരി ഗുഡ്, താങ്ക് യു. ഞാന് അങ്ങനെ പറഞ്ഞെങ്കിലും അതിന്റെ ലാസ്റ്റ് ഞാൻ ഒരു വാക്കും കൂടി കൂട്ടിച്ചേർത്ത്, ഞാൻ അത് ടൈമിൽ പറയാൻ വിട്ടുപോയതാണ്. ഇങ്ങനെയൊക്കെയാണ് അവള് ഭയങ്കരമായിട്ട് എന്നെ വഴക്ക് പറയുക, അടിക്കൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പേടിക്കേണ്ട, അവസാനം ഞാൻ തിരിച്ചുകൊണ്ട് പുറത്തു വരും എന്ന് പറ. അപ്പൊ ഇതൊക്കെ സംഭവിച്ചാൽ അതും സംഭവിക്കുമെന്നായിരുന്നു, അതായിരുന്നു അവളുടെ ഒരു വിശ്വാസം മുന്നോട്ട് നിന്നത്. ഓക്കെ, താങ്ക് യു റെയ്ഹാന മാം. അപ്പൊ നല്ലൊരു സ്റ്റോറി തന്നെ ആയിരുന്നു അല്ലെ. ഇനിയിപ്പോ ഞാനായിട്ട് കൂടുതൽ പറയേണ്ടതില്ല, കാരണം മെമ്പേഴ്സ് തന്നെ ഫീഡ്ബാക്ക് അറിയിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ടൈം എന്ന് പറയുമ്പോൾ 6:30 ആണ്. ബട്ട് ഇന്ന് എന്ന് പറയുമ്പോൾ ആ ഒരു സമയം കഴിഞ്ഞു പോയത് ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ 40 ആയിട്ടുണ്ട്, 6:40 ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് വൈൻഡപ്പിലേക്ക് പോവാം. ഓരോരുത്തർക്കും അവരുടേതായ ഓരോ തിരക്കുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു മൈ സ്റ്റോറി നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള റെയ്ഹാന മാമിനും, അതുപോലെ ഈ റെയ്ഹാന മാമിന്റെ മൈ സ്റ്റോറി കേൾക്കാൻ വേണ്ടിയിട്ട് അത്രയും ആകാംക്ഷയോടെ കൂടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത ബി മാജിക് മെമ്പേഴ്സിന് എല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു റെയ്ഹാന മാം. താങ്ക് യു റെഹാന മാം. താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് യു ഓൾ.